വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ. നമ ആചാര്യപാദായ വൃദ്ധായ കൃപാപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മഹാമന്ത്രി की जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता जय जय भागवता देवा जय जय भागवता
കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കി. ഇപ്പോ ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം ഇതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ആരും തരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോ ഭാഗവതത്തിൽ നമ്മളെ 5-ാമത്തെ അധ്യായം എടുക്കുന്നത് കേട്ടോ. സർവകാരണങ്ങളുടെയും കാരണം, അതാണ് അദ്ദേഹത്തിന്റെ പേര്. സൃഷ്ടികർമ്മമായിരുന്നു നമ്മൾ എടുത്തത് കഴിഞ്ഞ മാസം. തുളസിയുടെ വേണ്ട. അപ്പോ ഈ അധ്യായത്തിൽ നമുക്ക് 42 ശ്ലോകങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. പ്രമേഷ് പ്രഭുവിനെ കാണാനില്ലല്ലോ. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തില് 42 ശ്ലോകങ്ങളാണ് ഉള്ളത് അല്ലേ. ഇനി കഴിഞ്ഞ അധ്യായത്തിൽ ശുഗമഹർഷി കർമ്മമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. പ്രാർത്ഥനകൾ കുറെ കണ്ടു. ഇനി ഹരേ കൃഷ്ണ വരും മാതാജി. അപ്പോ ഇവിടെ ഈ അധ്യായത്തിൽ വന്നിട്ട് നാരദ മഹർഷിയും ബ്രഹ്മാവും തമ്മിലുള്ള സംസാരമാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ബ്രഹ്മാവ് ഇങ്ങനെ അത്ഭുതകരമായ സൃഷ്ടികർമ്മം നടത്തുന്നത് കണ്ടപ്പോ നാരദ മഹർഷി വിചാരിച്ചു ബ്രഹ്മാവാണ് പരമദിവ്യോത്തമ പുരുഷൻ. അതാണ് ഇവിടെ. അതായത് നമ്മളിപ്പോ ആരെങ്കിലും നന്നായി കഴിവൊക്കെ പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ നമ്മൾ അവർ ഈശ്വരനാണെന്നൊരു തെറ്റിദ്ധാരണ വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നാരദ മഹർഷിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നു. എന്താണ്? ഹരേ കൃഷ്ണ, രാധേ രാധേ. ഇപ്പൊ ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ്, ബ്രഹ്മാവാണ് ഈശ്വരൻ എന്നുള്ള തെറ്റിദ്ധാരണ വന്നു. അങ്ങനെ അതായത് ഇവിടെ പറയുന്നുണ്ട്, ചിലന്തി സ്വയം വല നെയ്ത് അതില് ഇരകളെയൊക്കെ വീഴ്ത്തുന്ന പോലെ, സൂര്യൻ സ്വയം പ്രകാശിക്കുന്നത് പോലെ എന്നൊക്കെ ഇവിടെ ഉപമ പറയാണ് നാരദ മഹർഷി. അതുപോലെ ബ്രഹ്മാവാണ് ഇവിടെ സ്വയം സൃഷ്ടി നടത്തുന്നത് എന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് ധ്യാനിക്കുന്നത് കാണുന്നത്. ബ്രഹ്മാവ് അങ്ങനെ ധ്യാനിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് ആരെ ധ്യാനിക്കുന്നത്? അപ്പൊ ബ്രഹ്മാവിനേക്കാൾ മേലെ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയം വന്നു. ആർക്ക്? നാരദ മഹർഷിക്ക്. അപ്പൊ നാരദ ബ്രഹ്മ സംവാദമാണ് നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ബ്രഹ്മാവിനോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചിട്ട് നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ബ്രഹ്മാവ് അതിന് പറയുന്ന ഉത്തരങ്ങളുമാണ് നമ്മുടെ സർവ്വകാരണം എന്നുള്ള ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ബ്രഹ്മാവിനോട് നാരദ മഹർഷി ചോദിക്കുകയാണ്, എന്താണ് പരമാത്മാവ് ആരാണ് എന്ന് ചോദിക്കുകയാണ്. ആരാണ് ഈ പരമാത്മാവ്? ജീവാത്മാവ് ആരാണ്? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ ഇവിടെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഇങ്ങനെ ചോദ്യ ഉത്തരങ്ങൾ ഇങ്ങനെ വേണം വരാനായിട്ടാണ്. അത് നമ്മൾ എന്ത് തരത്തിൽ നമുക്ക് ഈ ഗുരുശിഷ്യ പരമ്പരയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പൊട്ടന്മാരാണെങ്കിലും കുഴപ്പമില്ല, പേടിക്കണ്ട, സേഫ് ആണെന്ന്. അച്ഛനമ്മയുടെ കയ്യിലിരിക്കുന്ന കുട്ടി കണ്ണിലേലും കാതിലേലും കുഴപ്പമില്ലല്ലോ, അച്ഛനമ്മയും നോക്കിയോളല്ലോ. അതേപോലെയാണ് ഈ ശിഷ്യ പരമ്പരയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയണ്ട, വെറുതെ നിന്ന് കൊടുത്താൽ മതി, അവര് നമ്മളെ കൊണ്ടുപോയിക്കോളും. അപ്പൊ ആ പരമ്പരയുടെ പ്രാധാന്യം ഇവിടെ പറയുന്നുണ്ട്. ബ്രഹ്മാവിന്റെ പരമ്പര അതറിയില്ലേ? നമ്മുടെ പരമ്പര ആരാണ്? ബ്രഹ്മമാത്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം. ഇതാണ് നമ്മുടെ സമ്പ്രദായം. ബ്രഹ്മാവാണ് നമ്മുടെ ഹെഡ്. അപ്പൊ ബ്രഹ്മാവിനോട് നാരദൻ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? എന്താണ് ഈ പരമാത്മാവ്? ആരാണ് ജീവാത്മാവ്? ഇനി പിന്നെ ഇവിടെ പറയണത്, ആദ്യ ജീവസത്തയായിട്ടുള്ള ബ്രഹ്മാവ് ഭഗവാനിൽ നിന്നാണ് ജ്ഞാനം കൊണ്ടത്. ബ്രഹ്മാവാണ് ആദ്യമായിട്ട് ജനിച്ചത്. അതറിയോ? ആർക്കെങ്കിലും അറിയോ? കേട്ടിട്ടുണ്ടോ? ആദ്യ ജീവസത്ത ഫസ്റ്റ് ജനിച്ചാണ് ബ്രഹ്മാവിനപ്പൊ ഈ ജ്ഞാനം എവിടെ നിന്നാണ് കിട്ടിയത്? ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവിന് ജ്ഞാനം കിട്ടിയത്. അതാണ് പരമ്പര വരുന്നുണ്ട്. ഭഗവാൻ ആർക്ക് കൊടുത്തു? ബ്രഹ്മാവിന് കൊടുത്തു. ഇനി ബ്രഹ്മാവ് ആർക്ക് പറഞ്ഞു കൊടുക്കാണ്? നാരദന്. നാരദ മഹർഷി പറഞ്ഞു കൊടുക്കണം. അപ്പൊ നാരദ മഹർഷി അപ്പൊ ആത്മീയ ആചാര്യനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് പറയണം. അപ്പൊ ഇവിടെ നാരദ മുനി അത് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവ്യ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. എങ്ങനെയാ വായിക്കേണ്ടത്? വിനയത്തോടെ അവരെ സമീപിക്കണം ഗുരുവിനെ. എന്നിട്ടോ ചോദ്യങ്ങൾ ചോദിക്കണം. ഇനി അദ്ദേഹം എന്ത് പറഞ്ഞാലും അന്ധമായിട്ട് അങ്ങനെ വിശ്വസിക്കരുത്. നമ്മളുടെ കൺവിൻസ് ചെയ്യണം നമുക്ക്, നമ്മുടെ ബുദ്ധിക്ക്. അതിനു വേണ്ടിയിട്ട് വിനയത്തോടെ ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഈ ഗുരു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരാണ് ഈ ഗുരുക്കന്മാര്. അവർക്ക് ഈ ജ്ഞാനം ഉപദേശിക്കാനുള്ള കഴിവുണ്ട്. ഈ ശ്ലോകം 4:34. ദീക്ഷ കഴിഞ്ഞവർക്ക് ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണമെന്ന് വിചാരിക്കണം. ഭഗവത്ഗീത 4-ാം അധ്യായം 34-ാം ശ്ലോകം. എങ്ങനെയാണ് ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത്? ഇതാണ് ചോദ്യം. എന്താണ്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അതേപോലെ നാരദ മഹർഷി വിനയത്തോടു കൂടിയിട്ട് ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്. എന്താണ്? അല്ലെ? പരിപ്രശ്ന സംശയമുണ്ട്. ആരാ ഈശ്വരൻ?
അപ്പൊ അങ്ങല്ലേ ഈശ്വരൻ, അങ്ങാണ് ഈശ്വരൻ എന്നാ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങ് ധ്യാനിക്കണു. അങ്ങ് ആരെ ധ്യാനിക്കണേ? ഈ ശിവഭഗവാൻ അങ്ങനെ ധ്യാനിക്കുന്നുണ്ട് അല്ലെ? ജപമാലയിൽ ശിവനും നാമം ജപിക്കുന്നുണ്ട്. അപ്പോഴാണ് ശിവന്റെ ഭക്തന്മാർക്ക് മനസ്സിലാവുക ഇദ്ദേഹം ആരെ നാമം ജപിക്കണേ. അങ്ങനെ ജപിക്കുമ്പോൾ നമ്മൾ പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള കൃഷ്ണ ഭഗവാനിലേക്ക് എത്തിച്ചേരണം. അങ്ങനെയാണ്. അപ്പോ ഇവിടെ ആത്മീയ ആചാര്യനെ സ്വീകരിക്കേണ്ട രീതി നമ്മളിവിടെ പറഞ്ഞു. ഇനി നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യങ്ങളാണ് കേട്ടോ. നാരദ മഹർഷി ചോദ്യം, നമുക്കിതൊക്കെ ഗുരുവിനോട് ചോദിക്കാം. ഇതിന്റെ പശ്ചാത്തലം എന്താണ്? എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ഇതിന്റെ ലക്ഷണം എന്താണ്? ഇനി എങ്ങനെയാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്? ഈ പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എങ്ങനെയാണ് ഇത് പരിപാലിക്കപ്പെടുന്നത്? ആരാണ്? ആരുടെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ചോദിക്കണം. ഇനി അങ്ങയുടെ ജ്ഞാനത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന്, എങ്ങനെയാണ് അങ്ങക്ക് ജ്ഞാനം കിട്ടിയത് ബ്രഹ്മദേവ എന്ന് ചോദിക്കണം. 5-ാമത്തെ അധ്യായം അല്ല, അത് ഭഗവത്ഗീത. അത് ശ്ലോകം ഞാൻ കോട്ട് ചെയ്തത്. നമ്മൾ പഠിക്കുന്നത് ഭഗവത്ഗീത 2ാം സ്കന്ധം 5-ാമത്തെ അധ്യായമാണ് കേട്ടോ. അതിന്റെ പേര് സർവകാരണ കാരണം, സർവകാരണങ്ങളുടെയും കാരണം അല്ലെ? ഇതെവിടെയോ കേട്ടിട്ടില്ലേ നമ്മൾ? സർവകാരണ കാരണം ഐശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണവും ആരാണ്? ഈശ്വരനായ പരമമായ ഈശ്വരനായിട്ടുള്ള കൃഷ്ണനാണെന്ന് ആരാ പറഞ്ഞ? ബ്രഹ്മാവ്. ബ്രഹ്മസംഹിതയാണത്. അപ്പൊ അങ്ങയുടെ ജ്ഞാനത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് ചോദിക്കുന്നത്. അങ്ങക്ക് എവിടെന്നാ ജ്ഞാനം കിട്ടണത്? ആരുടെ സംരക്ഷണത്തിലാണ് അങ്ങ് നിലനിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. കണ്ട, ബ്രഹ്മാവ് ധ്യാനിക്കുന്ന കണ്ടപ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നത്. ആരുടെ അധീനതയിലാണ് അങ്ങ് പ്രവർത്തിക്കുന്നത്? അങ്ങയുടെ യഥാർത്ഥ പദവി എന്താണ് ബ്രഹ്മദേവ? അങ്ങ് ആരാണ്? അങ്ങ് ഈശ്വരനാണോ? ഈശ്വരനല്ലാതെ മനസ്സിലായി അല്ലെ? അങ്ങ് പ്രാർത്ഥിക്കുന്നു, വേറെ ആളെ പ്രാർത്ഥിക്കുന്നു കണ്ടു. അങ്ങ് ഏകനായിട്ട് സ്വശക്തിയാലാണോ സർവ്വ ജീവജാലങ്ങളുടെയും ഭൗതിക ഘടകങ്ങൾ സൃഷ്ടിച്ചതെന്ന്? ഇനി അങ്ങ് സ്വന്തം ശക്തി കൊണ്ടാണോ ഈ ജീവജാലങ്ങളൊക്കെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? ബ്രഹ്മാവിനോട് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ നാരദ മഹർഷി ആദ്യം ചിന്തിച്ചത് എന്താണ്? ചിലന്തി സ്വയം വല നെയ്ത് അതിന്റെ സൃഷ്ടിപരമായ ശക്തി പ്രകടമാക്കുന്നത് പോലെ ബ്രഹ്മാവ് സ്വയം തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നതെന്ന് ആദ്യം ചിന്തിച്ചു. പക്ഷെ ധ്യാനിക്കുന്ന കണ്ടപ്പോ മനസ്സിലായി അല്ല, ഇതിന്റെ മുകളില് ഒരാളുണ്ടെന്ന്. അപ്പൊ ചോദ്യങ്ങൾ തുടങ്ങി. എന്തൊക്കെയാണ് ചോദിച്ചത്? ചോദ്യങ്ങളൊക്കെ ഇപ്പൊ കേട്ടു അല്ലെ? എന്തൊക്കെയാ ചോദിച്ചെന്ന് കേട്ടു. ഇനി ഇതിന്റെ ഈ സംശയത്തിന്റെ കാരണം സൃഷ്ടികർമ്മത്തിൽ ബ്രഹ്മാവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി കണ്ടതുകൊണ്ടാണ് നാരദ മഹർഷി ബ്രഹ്മാവാണ് ഈശ്വരൻ എന്ന് വിചാരിക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമുക്കും തെറ്റിദ്ധാരണ വരും. നമ്മുടെ പ്രഭുപാദ് ചെയ്യുന്ന കണ്ട അത്ഭുത പ്രവൃത്തിയാണ് നമ്മുടെ ശ്രീല പ്രഭുപാദ് ചെയ്യുന്നത്. 108 അമ്പലം സ്ഥാപിച്ച് നമുക്കൊരു വീട് വെക്കാനുള്ള ബുദ്ധിമുട്ട് എത്ര കഷ്ടപ്പെട്ടു അല്ലെ? അവിടെ 108 അമ്പലം, ഒരു അമ്പലത്തിന് എത്രയാണ്? 10 കോടി 20 കോടി വിലയുള്ള അമ്പലം. അതാണ് ആളുടെ കയ്യിലെ പൈസ ഉണ്ടോ? ഇല്ല, 40 രൂപയാണ് കയ്യിലുള്ളത്. അദ്ദേഹം അത്ഭുതകരമായിട്ടാണ് 108 അമ്പലങ്ങള് കോടിക്കണക്കിന് വില മതിക്കുന്ന ഉണ്ടാക്കിയത്. 700ഓളം കൃഷിസ്ഥലങ്ങൾ, ആശുപത്രികള് അല്ലെ, ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ്, അങ്ങനെയൊക്കെ ഗോശാലകള്. ഇതൊക്കെ വെറും 14 വർഷം കൊണ്ട് ലോകം മുഴുവനാണ്. നമ്മളിവിടെ ഒരു അയ്യന്തോള് ഇത്തിരി ഇട്ടവട്ടത്തിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല അല്ലെ? എന്തൊരു കഷ്ടപ്പാട് അത് ചെയ്യാൻ. പക്ഷെ പ്രഭുപാദ് 14 വർഷം കൊണ്ട് ലോകം മുഴുവൻ. അത് എത്ര വയസ്സിൽ? 69-ാം വയസ്സിൽ. അപ്പൊ നമുക്ക് തോന്നും ഇദ്ദേഹം ഈശ്വരനാണ് തോന്നുന്നത്. അങ്ങനെ തോന്നാൻ പാടില്ല അല്ലെ? അതാണ് ഇവിടെ അദ്ദേഹം അങ്ങനെയുള്ളവര് ഈശ്വരനാണെന്ന് നമുക്ക് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അതാണ് നാരദ മഹർഷിക്കും തോന്നി. സൃഷ്ടികർമ്മം കണ്ടപ്പോ, അത്ഭുതമായിട്ട് സൃഷ്ടിക്കുന്ന കണ്ടപ്പോ ബ്രഹ്മാവാണ് ഈശ്വരൻ തോന്നി അല്ലെ? നമുക്കും ഇങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ തോന്നും അദ്ദേഹമാണോ ഈശ്വരൻ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈശ്വരനല്ല. അവര് യഥാർത്ഥ ആചാര്യന്മാര് പറഞ്ഞു തരും നമുക്ക്. ഞാനല്ല ഈശ്വരൻ അല്ലെ? പ്രഭുപാദ് പറഞ്ഞു തന്നിട്ടില്ലേ? ആരാണ്? ഞാനൊരു അല്ലെ ഭഗവാന്റെ വിനീത സേവകനാണ്, സർവന്റ് ആണ് അല്ലെ എന്ന് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് യഥാർത്ഥ ഭക്തരെ മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥ ഭക്തർ ഒരിക്കലും ഞാൻ ഈശ്വരനാണെന്ന് പറയില്ല അല്ലെ? അദ്ദേഹം യഥാർത്ഥ ഈശ്വരൻ ആരാണെന്ന് പറഞ്ഞു തരും. അതാണ് ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുക. ബ്രഹ്മാവ് എന്ത് പറഞ്ഞു? നാരദ മഹർഷിക്ക് സംശയം വന്നപ്പോ അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് തീർക്കാൻ തീരുമാനിച്ചു. ഞാൻ ഈശ്വരനാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല അല്ലെ? അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം നാരദന്റെ ഈ വിധത്തിൽ അന്വേഷണത്തിൽ തൃപ്തനായി എന്നാ പറയണത് അല്ലെ? അദ്ദേഹം സ്വയം ശരി നാരദൻ എന്നെ ഈശ്വരനാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റൈലായിട്ട് ഇരിക്കുമെന്നല്ല ചെയ്തത്. നാരദന്റെ ചോദ്യം കേട്ടപ്പോ വളരെ സംതൃപ്തനായി ബ്രഹ്മദേവൻ. ശരിയായ ചോദ്യം കണ്ടപ്പോ അല്ലെ? ബ്രഹ്മാവ് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ചോദ്യം കേട്ടപ്പോൾ അഭിനന്ദിച്ചു. സൃഷ്ടിയിൽ പരമാധികാര കേന്ദ്രം ബ്രഹ്മാവല്ലെന്ന നാരദന്റെ ധാരണ ശരിയാണെന്ന് ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു. ഫസ്റ്റ് എന്താ പറഞ്ഞത്? അങ്ങയുടെ ധാരണ ശരിയാണ്, പരമാധികാരി ഞാനല്ല അല്ലെ? സൃഷ്ടിയില്
ഞാനല്ല പരമാധികാരി എന്നുള്ള അങ്ങയുടെ ധാരണ ശരിയാണ്. ബ്രഹ്മാവ് പറയാണ്, അല്പജ്ഞാനികൾ എന്ത് ചെയ്യിച്ച മായയുടെ സ്വാധീനത്തിൽ പെട്ടിട്ട് മറ്റേതെങ്കിലും വ്യക്തിയെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് കരുതും. അല്ലെ, അല്പജ്ഞാനികൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവര് മായയിൽ അകപ്പെടും. നമ്മളൊക്കെ അല്പജ്ഞാനികളാണ് അല്ലെ, നമ്മൾ എപ്പോ വേണമെങ്കിൽ മായയിൽ അകപ്പെടാം. മായയിൽ അകപ്പെട്ടിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, ഇതാണ് പരമദിവ്യോത്തമ പുരുഷൻ, ഇന്നാളാണ്. ആരെങ്കിലും കുറച്ച് അത്ഭുതമൊക്കെ കാണിച്ച് കൺകെട്ട് വിദ്യയൊക്കെ കാണിച്ച് നമ്മളത് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോകും. എന്താ കാരണം, നമ്മൾ അല്പജ്ഞാനികളാണ് അല്ലെ. ആ ജ്ഞാനത്തിൽ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴേ നമുക്ക് യഥാർത്ഥ ജ്ഞാനം വരുള്ളൂ. അപ്പൊ ഇവിടെ ബ്രഹ്മാവ് എന്താ പറയണത്, അല്പജ്ഞാനികള് മായയുടെ സ്വാധീനത്തിൽ പെട്ടിട്ട് മറ്റേതെങ്കിലും വ്യക്തിയെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് കരുതുന്നു. പക്ഷെ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആന്തരിക ബാഹ്യ ശക്തികളാൽ ആവിഷ്കരിക്കപ്പെട്ടതാണ് പറഞ്ഞു കൊടുത്തു. ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെ ഉണ്ടായത്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാഹ്യ ആന്തര ശക്തികൾ കൊണ്ടാണ് ഉണ്ടായത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാഹ്യ ശക്തി കൊണ്ട് ഉണ്ടായത് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്, പൃഥ്വി കേട്ടില്ലേ, പൃഥ്വി പറഞ്ഞ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പിന്നെ ബുദ്ധി, മനസ്സ്, അഹങ്കാരം. ഈ 8 ഘടകങ്ങൾ. ആദ്യം പഞ്ചഭൂതങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ പഞ്ചഭൂതങ്ങള്, ആകാശം. ഈ 5 എണ്ണം പഞ്ചഭൂതങ്ങൾ. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതും ഭൗതികമാണ് കേട്ടോ. ഇത് ആത്മീയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഭൗതികമാണ്. ഇത് 8 എണ്ണായി. 5, 3, 8. ഈ 8 ഘടകങ്ങളും ഭഗവാന്റെ ബഹിരംഗ ശക്തിയുടെ ആവിഷ്കാരമാണ്. ഭഗവാന്റെ ബാഹ്യശക്തി എന്ന് പറഞ്ഞാൽ ദുർഗാദേവി അല്ലെ, പാർവതി മാതാവ്, അതാണ് ഭഗവാന്റെ ബാഹ്യശക്തി. ഭഗവാന്റെ ബാഹ്യശക്തിയുടെ ആവിഷ്കരണങ്ങളാണ് എന്തൊക്കെയാണ്, ഈ 8 ഘടകങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് നമ്മളാണ് ജീവസത്ത, നമ്മൾ ജീവാത്മാക്കൾ. നമ്മൾ എവിടത്തെ ആൾക്കാരാ, നമ്മൾ ബാഹ്യശക്തിയുടെ അല്ല. നമ്മൾ എവിടെന്നാ വന്നത്, ഭഗവാന്റെ അംശല്ലേ. നമ്മൾ ആന്തരംഗ ശക്തിയുടെ ആൾക്കാരാണ്. നമ്മുടെ പേരാണ് തടസ്ഥ ശക്തി. എന്താണ്, ജീവസത്തകളുടെ പേരെന്താ, തടസ്ഥ ശക്തി. എന്താ തടസ്സം എന്ന് പറയാൻ കാരണം വെച്ചാൽ, നമുക്ക് ഒരു കുഴപ്പമുണ്ട് ജീവസത്തകൾക്ക്. ആധ്യാത്മികതയിലേക്ക് പോകാനുള്ള സ്വഭാവമുണ്ട്, ഭൗതികതയിലേക്ക് തിരിയാനുള്ള സ്വഭാവം. അതാണ് ഈ മിഡിലുള്ള ശക്തി. നമ്മൾ ശരിക്കും ആരാണ്, അന്തരംഗ ശക്തിയുടെ ആൾക്കാരാണ്, ഭഗവാന്റെ ആൾക്കാരാണ്. എല്ലാവരും ഭഗവാന്റെ അംശമാണ്. അതായത് അന്തരംഗ ശക്തിയിലുള്ളവരാണ്, ഉത്തമ പ്രകൃതിയാണ്. പക്ഷെ നമ്മൾക്ക് ഭഗവാനോളം പവർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 4 തെറ്റുകൾ വരാം. നമ്മള് മായയിൽ അടിമപ്പെടാം അല്ലെ. അതുകൊണ്ട് അങ്ങനെ മായയിൽ അടിമപ്പെടുന്നവർക്കാണ് ഈ ബഹിരംഗ ശക്തിയുടെ കൺട്രോളില് ദുർഗാദേവി ഇവിടെ ഭൗതിക ലോകം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മായയിൽ വീണ് നമ്മൾ വീണതാണല്ലോ, അതിൽ ഇവിടെ വന്നിരിക്കണം അല്ലെ. നമ്മളൊക്കെ ഇതിൽ പെട്ടു. അങ്ങനെ ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ് ജീവസത്ത പറഞ്ഞ നമ്മളാണ് ജീവാത്മാക്കള്. നമ്മൾ ജീവാത്മാക്കളാണ് എന്നുള്ളത് സംശയമില്ലല്ലോ. പുതിയ പ്രഭുവിനെ വല്ല സംശയമുണ്ടോ? നമ്മൾ ശരീരമാണോ ആത്മാവാണോ എന്ന് കേട്ടിട്ടുണ്ടോ? ആത്മാവാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ആത്മാവാണ്. നമ്മൾ ആരുടെ അംശമാണ്? ഈശ്വരന്റെ, ഭഗവാന്റെ അംശമാണ് അല്ലെ. അപ്പൊ നമ്മൾ എവിടത്തെ ആൾക്കാരാണ്? അന്തരംഗ ശക്തിയുടെ ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രവണതയുണ്ട് ജീവസത്തകൾക്ക് ഭൗതികതയിലേക്ക് വരാൻ. വേണമെങ്കിൽ ആത്മീയതയിലേക്ക് നിൽക്കാം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ആത്മീയതയിലേക്ക് വന്നു അല്ലെ. നമ്മൾക്ക് ഭൗതികത മനസ്സിലായി, അതിൽ കുഴപ്പം മനസ്സിലായപ്പോ നമ്മൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞു. അപ്പൊ നമ്മളിനി അന്തരംഗ ശക്തിയുടെ കൺട്രോളായി. ഇതുവരെ നമ്മൾ എവിടെയായിരുന്നു? ബഹിരംഗ ശക്തി, ബാഹ്യശക്തിയുടെ കൺട്രോളായിരുന്നു. ഇപ്പൊ നമ്മൾ അന്തരംഗ ശക്തിയിലേക്ക് വന്നു. ബാഹ്യശക്തി ആരാ കൺട്രോൾ ചെയ്യുന്നത്? ദുർഗാമാത അല്ലെ, ശിവന്റെ ഭാര്യയായിട്ടുള്ള ദുർഗാദേവിയാണ്. ഇനി ജീവസത്ത അന്തരംഗ ശക്തിയുടെ ശാഖയാകുന്ന ഏത് സാഹചര്യത്തിലും ഭൗതിക ഘടകങ്ങളോ ആത്മീയ അവിഭാജ്യ ഘടകങ്ങളോ ഭഗവാനിൽ നിന്ന് സ്വതന്ത്രമല്ല. ഇനി എല്ലാവരും, ഈ ഭൗതിക ആയിക്കോട്ടെ ആത്മീയ ആയിക്കോട്ടെ, ആരും ഭഗവാനിൽ നിന്ന് സ്വതന്ത്രമല്ല. അതിന്റെ അർത്ഥം ഭഗവാന്റെ കൺട്രോളിലാണ് എല്ലാവരും. നമ്മൾ എവിടെ ചെന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? എല്ലാം ഭഗവാന്റെ കൺട്രോളാണ്. അത് ഭക്തന്മാരും മനസ്സിലാക്കും അല്ലെ. ഏത് യുദ്ധത്തിന്റെ നടുവിൽ ചെന്ന് പെട്ടാലും നമ്മൾക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. അത് നയിക്കുന്നത് ആരാണ്? നമ്മളുടെ വിശ്വാസം എന്താണ്? ഭഗവാന്റെ കൺട്രോളാണ് ഓരോ തരിയും നടക്കുന്നത്. അവിടെ നമ്മൾ രക്ഷപ്പെടണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെടും. അല്ല, കൃഷ്ണ നിന്റെ ഇച്ഛ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണെങ്കിൽ ഓക്കെ താങ്ക് യു പറഞ്ഞിട്ട് പോവാ. ആ ഒരു ലെവലാണ് നമ്മുടെ ചിന്ത അല്ലെ. കാരണം കംപ്ലീറ്റ് ആരുടെ കൺട്രോളിലാണ് നടക്കുന്നത്? ഭഗവാന്റെ കൺട്രോളിലാണ് നടക്കുന്നത്. ഭഗവാനിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഭൗതികതയും ഇല്ല. അത് വേറിട്ട ആളല്ല. ദുർഗാദേവി ഭഗവാന്റെ പെങ്ങളാണ്. ഭഗവാനിൽ നിന്ന് വേറിട്ട ആളല്ല. ആര്? പാർവതി മാതാവ് അല്ലെ. ഇനി വേദഗ്രന്ഥങ്ങളുടെ കാരണബോധനം. ഇനി വേദം ഉണ്ടാക്കിയത് ആരാണ്? ഭഗവാൻ. നമ്മൾ വിചാരിക്കും ബ്രഹ്മാവിന്റെ കയ്യിലെ വേദങ്ങൾ കാണുന്നത് അല്ലെ. ഭഗവാനാണ് വേദം ഉണ്ടാക്കിയത്. ഇത് എവിടെയോ നമ്മൾ ഈ ശ്ലോകം കേട്ടിട്ടില്ലേ?
വേദേശ സർവൈറഹമേവ വേദ്യം അല്ലെ. ഭഗവത്ഗീതയില് 15-ാം അധ്യായം 15-ാം ശ്ലോകത്തിൽ 15-ാം ശ്ലോകം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനമബോഹനം ച വേദേശ സർവൈർ അഹമേവ വേദ്യോ വേദാന്ത വേദ വിദേഹ ചാഹം. ഇതാണ് ശ്ലോകം. ഇതിന്റെ അർത്ഥം സർവസ്യ ച അഹം, എല്ലാവരും. സർവസ്യ പറഞ്ഞ എല്ലാവരുടെയും പറഞ്ഞ മനുഷ്യന്മാരുടെ മാത്രമാണോ? അതാണ് വ്യത്യാസം നമ്മൾ അല്ലെ. ആ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവും നമ്മുടെ സിദ്ധാന്തം തമ്മിലുള്ള വ്യത്യാസം എന്താ? കമ്മ്യൂണിസത്തില് എല്ലാവരും കാണില്ല, മനുഷ്യന്മാരെ മാത്രമാണ്. മനുഷ്യന്മാരോട് തുല്യ ഒരു സ്നേഹം അവർക്കുണ്ട്, പക്ഷെ ജീവജാലങ്ങളും കൂടെ ഉൾപ്പെടുത്തണില്ല. പക്ഷെ ആത്മീയ കമ്മ്യൂണിസം തന്നെയാണ് ആത്മീയതയും. അതിലെന്താണ് കാണുന്നത്? സർവചരാചരങ്ങളും. അപ്പൊ സർവസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് മതം എടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഭഗവാൻ? ഇല്ല. ആണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആണുങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെ, പെണ്ണുങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞിട്ടില്ലേ? വെള്ളം അരവിന്ദ് പ്രഭുവിനോട് ചോദിക്കും. അതെ, അവിടെ ഒരു പാത്രം ഇരിക്കില്ലേ ഇവിടെ? അപ്പൊ എല്ലാവരുടെ അല്ലേ. അതിൽ നമ്മള് ബ്രാഹ്മണരുടെ ഹൃദയത്തിൽ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചണ്ടാലിന്റെ ഹൃദയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സർവസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെയും ഹൃദയ സന്നിവിഷ്ടോ, ഹൃദയത്തിൽ ഞാൻ ഇരിക്കുന്നു. മത്തഹ സ്മൃതി ജ്ഞാനം അവോഹനം. ഞാനാണ് സ്മൃതി, ഓർമ്മ തരുന്നത്. ഞാനാണ് അറിവ് തരുന്നത്. ഞാൻ തന്നെയാണ് മറവി തരുന്നത്. വേദേശ സർവേർ അഹമേവ വേദ്യോ, എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടത് എന്നെയാണ്. കൃഷ്ണൻ, ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ ട്ടാ. വേദാന്ത വേദ വിദേഹ ചാഹം, വേദങ്ങൾ ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നത് എനിക്കാണെന്ന്. കൃഷ്ണൻ എന്താ പറഞ്ഞത്? വേദങ്ങൾ ഉണ്ടാക്കിയതാരാണ്? ഞാനാണ്. വേദത്തെ അറിയുന്നതോ അതും എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞിട്ടേ നിങ്ങൾക്കൊക്കെ അറിയുള്ളൂ. അതാണ്. അത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അപ്പോ വേദഗ്രന്ഥങ്ങളുടെ കാരണഭൂതനും പിന്നെ പൊരുൾ അറിയുന്നവനും പരമോന്നതന ഭഗവാനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. ദേവന്മാരും ഭഗവാനെ സേവിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടവരാണ്. ഈ ദേവന്മാരാരാണ്? ഇതാണ് കൺഫ്യൂഷൻ. ഹിന്ദു ഫിലോസഫിയില് ശരിക്കും കൺഫ്യൂഷൻ ഇല്ല അറിയണവർക്ക്. സാധാരണ ഹിന്ദു എന്ന് വരുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. ഈ ദേവന്മാരാരാണ്? കുറെ പ്രാർത്ഥന, അവിടെ ദുർഗാദേവിന്റെ, അവിടെ മൂകാംബി അമ്മ, അവിടെ എവിടെ കുറെ ഉണ്ട്. ഇത് ആരെ ഈശ്വരൻ? ഒരു സംശയം വരും. അപ്പൊ ദേവന്മാരാരാന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ സെർവൻസ് ആണ് അല്ലെ. പ്രപഞ്ച ഭരണത്തിന് നിയോഗിക്കപ്പെട്ടുള്ള ആരാണ്? ഭരണാധികാരികളാണ്. ആര്? ദേവന്മാർ. നമുക്ക് പോലും ഇവിടെ സാധാരണ പഞ്ചായത്തിൽ തന്നെ എത്ര ആൾക്കാരെ നിയമിച്ചിരിക്കുന്നു ഭരിക്കാനായിട്ട്? ഒരു ജില്ലയിൽ തന്നെ എത്ര പേരാ അല്ലെ? സംസ്ഥാനത്തേക്കൊന്നും പോകണ്ട, ഒരു ജില്ലയിൽ തന്നെ ഡിസ്ട്രിക്ട് കളക്ടറുണ്ട്, സൂപ്രണ്ട് ഓഫീസിലെ ക്ലർക്ക്, ഹെഡ് ക്ലർക്ക്, അങ്ങനെ പറഞ്ഞിട്ട് എത്ര പേരാണ് അല്ലെ നിയോഗിച്ചിരിക്കുന്നത്? അത് അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഭരണത്തിന് ആൾക്കാർ വേണ്ടേ അല്ലെ? പ്രപഞ്ചത്തിന്റെ ഭരണത്തിന് ആൾക്കാരെ നിയോഗിക്കുക. ആരെ നിയോഗിക്കുക? യോഗ്യതയുള്ളവരെ. എല്ലാവർക്കും ഡിസ്ട്രിക്ട് കളക്ടർ ആവാൻ പറ്റില്ല അല്ലെ. അതിൽ PSCയിലൊക്കെ നല്ല മാർക്ക് കിട്ടണം അല്ലെ. ഓരോ സ്ഥലത്തും നമ്മൾ ഓരോന്ന് നിയോഗിക്കുമ്പോൾ നമുക്ക് അതിനുള്ള യോഗ്യത വേണം. അപ്പോ നാമം ജപിച്ച് വൈകുണ്ഠത്തിലും ഗോലോകത്തും പോവാത്ത യോഗ്യതയുള്ള ജീവാത്മാക്കളുണ്ട്. നല്ലോണം നാമം ജപിക്കണ ഭഗവാന്റെ ഭക്തരാണ്, പക്ഷെ അവരെവിടേക്ക് പോയിട്ടില്ല. വൈകുണ്ഠത്തിലും ഗോലോകത്തും അവർക്ക് പോകാൻ പറ്റിയില്ല. അത് ചെറിയ ഭൗതിക ആഗ്രഹങ്ങൾ അവരിൽ ഉള്ളത് കൊണ്ട് അവർക്ക് എങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല? ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റില്ല. പക്ഷെ ഇവര് ജപിച്ച് ഭയങ്കര പുണ്യം വർദ്ധിച്ച നല്ല ആൾക്കാരാണ്. അവരാണ് ആര്? ദേവന്മാർ. അവരെന്ത് ചെയ്യും? ഭഗവാൻ വലിയ പോസ്റ്റുകളിൽ ഈ ഭൗതിക ലോകത്തിന്റെ പോസ്റ്റ് ചെയ്യും. ആരൊക്കെയാണ് അവര്? സൂര്യ, ചന്ദ്ര, വരുണ അല്ലെ, സരസ്വതി, ഗണപതി, ഇവരെല്ലാവരും ദേവന്മാരെല്ലാവരും ആരാണ്? ഭഗവാന്റെ ഉന്നത ഭക്തന്മാരായിട്ടുള്ള ജീവസത്തകളാണ്, സെർവന്റുകളാണ് അല്ലെ. മനസ്സിലായി? അത് എത്ര പേരുണ്ട്? 33 കോടി ജീവസത്തകളുണ്ട്. ദേവന്മാരുണ്ട്. 33 കോടി ദേവന്മാര്. അവരാരാണ്? ഭഗവാന്റെ സെർവന്റുകളാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. വിഭിന്ന ലോകങ്ങളും ഭഗവാന് വേണ്ടിയുള്ളതാണ്. ഈ ലോകങ്ങളൊക്കെ ആര് സൃഷ്ടിച്ചാണ്? ഭഗവാന് വേണ്ടി സൃഷ്ടിച്ചാണ്. വിഭിന്ന യജ്ഞങ്ങൾ നമ്മൾ നടത്തുന്നത് എന്തിനാണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്താനാണ്, ഈശ്വരനെ തൃപ്തിപ്പെടുത്താനാണ് യജ്ഞങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ ആര് പറയാണ്? ഇതൊക്കെ ബ്രഹ്മാവ് പറയണാണ് കേട്ടോ. ആരിനോട്? നാരദനോട്. ഇനി വ്യത്യസ്തങ്ങളായുള്ള എല്ലാവിധ ധ്യാനങ്ങളും അത് ഇതിൽ ഈ ശ്ലോകം ഈ അധ്യായത്തിൽ തന്നെ 2.5.16 SB നമ്മളിപ്പോ എടുക്കുന്നത് 5ാമത്തെ അധ്യായമാണല്ലോ. അതിൽ 16ാമത്തെ ശ്ലോകത്തിൽ പറയണത് നാരായണ പരോ യോഗോ നാരായണ പരം തപ നാരായണ പരജ്ഞാനം നാരായണ പരാഗതി. അതിന്റെ അർത്ഥം എല്ലാവിധ ധ്യാനങ്ങളും യോഗങ്ങളും നാരായണന് വേണ്ടിയിട്ടാണ്. നാരായണനെ സാക്ഷാത്കരിക്കാനാണ് എല്ലാവിധ യോഗങ്ങളും. നാരായണ പര തപസ് നമ്മൾ എന്തിനാ ചെയ്യണത്? നാരായണനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ തപശ്ചര്യകളുടെയും ലക്ഷ്യം നാരായണനെ പ്രാപിക്കുകയാണ്. പിന്നെ അതീന്ദ്രിയ ജ്ഞാനവർദ്ധനം, നാരായണ പരം ജ്ഞാനം. നമ്മൾ എന്തിനാ പഠിക്കണത്?
എന്തിനാ പഠിക്കുന്നത്? ജ്ഞാനത്തിന്റെ ഇത് എവിടെയെങ്കിലും നിങ്ങൾ പറയാൻ പറ്റണം കേട്ടോ. സേവ്യ പ്രഭുവിനും മറ്റേ പ്രഭുവിനും പറയുന്നത് ജ്ഞാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം കർത്താവിങ്കലുള്ള ഭക്തിയാകുന്നു എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ വായിച്ചിട്ടുണ്ട് മതിലൊക്കെ, ക്രിസ്ത്യൻ ബൈബിളിലെ മതിലൊക്കെ ഇതിന്റെ ജ്ഞാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം എന്താണ്? കർത്താവിങ്കലുള്ള ഭക്തിയാകുന്നു. അപ്പൊ ജ്ഞാനം എന്തിനാ? കർത്താവ് പറഞ്ഞാരാ? ഈശ്വരനാണ്. ഈശ്വരൻ അല്ലെ, നമ്മളെ സൃഷ്ടികർത്താവ്, സൃഷ്ടിച്ചവരെ ഉദ്ദേശിക്കുന്നത് ആ ഈശ്വരൻ. ഈശ്വരന്റെ ഭക്തിയാകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനല്ലേ ഇവിടെ പറഞ്ഞത് നാരായണ പരജ്ഞാനം. ജ്ഞാനം പറഞ്ഞ എന്താ? അറിവ്. അറിവ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതെന്തിനാ? ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതീന്ദ്രിയ ജ്ഞാനവർദ്ധനം നാരായണനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ളതാകുന്നു. അതീന്ദ്രിയ ജ്ഞാനം എന്താ? നാരായണനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ശ്ലോകം മനസ്സിലായോ? അപ്പൊ നമ്മുടെ യോഗം എന്തിനാണ്? തപസ് എന്തിനാണ്? ജ്ഞാനം എന്തിനാണ്? നാരായണ പരാഗതി അല്ലെ, നാരായണന്റെ അടുത്തെത്താനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ ലക്ഷ്യമൊക്കെ എന്താണ്? ഭഗവാന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ബ്രഹ്മാവ് പറയണം. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് പോലും താൻ യഥാർത്ഥ സൃഷ്ടാവല്ലെന്നും എന്നാൽ ഭഗവാൻ നാരായണനാൽ പ്രചോദിപ്പിക്കപ്പെടുന്നവനും ആയതിനാൽ സർവ്വ ജീവസത്തുകളുടെയും പരമാത്മാവായ അദ്ദേഹത്താൽ പൂർവമായി സൃഷ്ടിക്കപ്പെട്ട ആ വസ്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിന് കീഴിൽ സൃഷ്ടിക്കുന്നു എന്ന് സമ്മതിക്കുന്നു. അപ്പോ സർഗ വിസർഗം എന്ന് പറയുന്നത് ആദ്യത്തെ സൃഷ്ടി നടത്തിയത് ഭഗവാൻ നാരായണനാണ്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യണു? അതിനെ വീണ്ടും സൃഷ്ടി നടത്തണാണ് ആര്? ബ്രഹ്മാവ്. വിസർഗ എന്ന് പറയും രണ്ടാമത്തെ സൃഷ്ടി. ഫസ്റ്റ് സൃഷ്ടി ആരാണ്? ഭഗവാൻ. രണ്ടാമത്തെ സൃഷ്ടി ആരാണ്? ബ്രഹ്മാവ്. അതാണ് പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് പോലും യഥാർത്ഥ സൃഷ്ടാവല്ല. ഭഗവാൻ നാരായണനാൽ പ്രചോദിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത്. അതിനാ നാരായണൻ അങ്ങനെ ചെയ്യണ്? നാരായണൻ നേരിട്ട് ചെയ്തൂടെ? എന്താ ചെയ്യാത്തത്? എന്താ ജില്ലാ കളക്ടർ എല്ലാ പണി നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യാത്തത്? അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെ നിയമിക്കില്ലേ? പ്രധാനമന്ത്രി എല്ലാ പണികളും ആൾ നേരിട്ട് വന്ന് ചെയ്യൂ? ബാക്കിയുള്ളവരിലൂടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള അല്ലെ അധികാരപ്പെട്ട സേവകരിലൂടെ അല്ലേ ചെയ്യാ? അത് തന്നെയാണ് അദ്ദേഹം ബ്രഹ്മാവിലൂടെ എന്ത് സൃഷ്ടിക്കുന്നത്. അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ അറിയാഞ്ഞിട്ടാണോ? അത് അല്ല. അദ്ദേഹത്തിന്റെ അധികാരപ്പെട്ട ജീവസത്തയായിട്ടുള്ള അല്ലെ ബ്രഹ്മാവിലൂടെ സൃഷ്ടി നടത്താൻ ഉദ്ദേശിച്ച് അദ്ദേഹത്തിനെ എംപവർ ചെയ്തു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ആ പദവിയിലേക്ക് ശക്തി കൊടുത്തു അല്ലെ, പദവി അനുഷ്ഠിക്കാനായിട്ട് ശക്തി കൊടുത്തു. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു. അപ്പോ നാരായണൻ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഇനി ശരി, ശക്തി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പറ്റുന്നുണ്ടോ സൃഷ്ടിക്കാൻ? ബ്രഹ്മാവ് ജനിച്ച ഉടനെ താമരപ്പൂവില് അല്ലെ, അതായത് ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിലെ താമരപ്പൂവില് ആണ് ബ്രഹ്മാവ് ജനിച്ചത്. ജനിച്ച ഉടനെ ബ്രഹ്മാവിന് ഒന്നും അറിയുന്നില്ല എന്താ ചെയ്യേണ്ടത്, എന്തിനാ ഞാൻ ജനിച്ചതെന്ന് അറിയണ്ടേ. ചുറ്റും അദ്ദേഹം നോക്കാൻ തുടങ്ങി. അതാണ് ഒരു ദേവീദേവന്മാർക്കും ഒന്നും അറിയില്ല, സ്വതന്ത്രമല്ല അവര്. ഭഗവാന്റെ പ്രേരണ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം ഒന്നും ചെയ്യാണ്ടിരുന്ന് ആകെ വിഷമമായി. താമരയുടെ ഓരോ എതളും പോയി നോക്കി, ഒന്നും കാണാനില്ല. ആകെ ഒരു ഇരുട്ട് പോലെ ആളുകൾക്ക് തോന്നുന്നത്. ആ താമരത്തണ്ടിന്റെ അടിയിൽ കൂടെ വന്ന് നോക്കി, അവിടെ ഒന്നും കാണാനില്ല അല്ലെ. അപ്പൊ എന്താ ചെയ്യുന്നത്? ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി, ആൾക്ക് വിഷമാവാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം അസ്വസ്ഥമായപ്പോ ഒരു അന്തരീക്ഷത്തിൽ ഒരു ശബ്ദം വരികയാണെന്ന്, തപ. വെറുതെ ഒന്നും കാണാൻ പറ്റില്ല അല്ലെ. എന്നെ കാണണമെങ്കിൽ നീ തപസ്. ബ്രഹ്മാവിന് പോലും തപസ് ചെയ്യാണ്ട് ഭഗവാനെ കാണാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഈസി ആയിട്ട് ഇതിന് ട്രൈ ചെയ്യണം അല്ലെ. ബ്രഹ്മാവിനോട് എന്താ പറഞ്ഞ? തപസ് ചെയ്യൂ. അങ്ങനെ യുഗങ്ങളോളം ബ്രഹ്മദേവൻ ധ്യാനത്തിലിരുന്നു. അങ്ങനെ ഒരുപാട് ധ്യാനത്തിലിരുന്നപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി. അങ്ങനെ ഭഗവാനെ നേരിട്ട് കാണുകയാണ്. ആ ഭംഗി കാണുമ്പോഴാണ് ബ്രഹ്മാവ് വർണ്ണിക്കുന്നത് എന്താണ്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. പരമമായ ഈശ്വരൻ കൃഷ്ണനാണ്. ഇനി അദ്ദേഹത്തിന്റെ രൂപം വേണും കുണന്തമരവിന്ദ ദളായ ദാക്ഷം. വേണു പിടിച്ചിട്ടുണ്ട് അദ്ദേഹം അല്ലെ. അരവിന്ദ ദളായ ദാക്ഷം, അരവിന്ദം താമര പോലുള്ള കണ്ണുകളാണ് അല്ലെ. പിന്നെന്താണ്? ബർഹാവതം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അദ്ദേഹത്തിന്റെ ശരീര ഭംഗിയാണ് പിന്നെ പറയണത് അല്ലെ. കോടിക്കണക്കിന് കാമദേവന്മാരെ എങ്ങനെയാണോ ഭംഗി, ചേർന്നാലുള്ള ഭംഗി എങ്ങനെയാണോ അത്രയും ഭംഗിയാണ് കൃഷ്ണ ഭഗവാൻ. ശ്യാമം ത്രിഭംഗ ലളിതം, 3 വളവോട് കൂടിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ശ്യാമവർണ്ണമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം വൈജന്തി മാലയിട്ടിട്ട് പിന്നെ ഫുള്ള് വർണ്ണനയാണ്. കുറെ ശ്ലോകം ഉണ്ട് ബ്രഹ്മസംഗീതം. അപ്പൊ ബ്രഹ്മാവ് അങ്ങനെയാണ് കണ്ടത്. അപ്പൊ ബ്രഹ്മാവിന് പോലും തപസ് ചെയ്തപ്പോഴാണ് ഭഗവാനെ കാണാൻ പറ്റുക. ആ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ബ്രഹ്മാവ്
സൃഷ്ടി നമ്മളെയൊക്കെ സൃഷ്ടിച്ചതാരാണ്? ബ്രഹ്മാവാണ് അല്ലെ. ദേവന്മാരെ സൃഷ്ടിച്ചത്, ശബ്ദം പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചത് അല്ലെ, പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരത്തെ സൃഷ്ടിച്ചത്, പിന്നെ ഗന്ധർവന്മാര് അല്ലെ, മനുഷ്യന്മാര് എല്ലാവരെയും സൃഷ്ടിച്ചത്. ഗന്ധർവന്മാര് മനുഷ്യന്മാര് മാത്രമല്ല, രാക്ഷസന്മാര്, കിങ്കരന്മാര്, നാഗങ്ങള്, പക്ഷി മൃഗാദികള്, അങ്ങനെ 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചാരാണ്? ബ്രഹ്മാവാണ്. നിങ്ങളിപ്പോ മനസ്സിലായല്ലോ. അപ്പോ സൃഷ്ടിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും കൃഷ്ണ ഭഗവാന്റെ മേൽനോട്ടത്തിന് കീഴിൽ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ഇനി പരമോന്നത ഭഗവാൻ എല്ലാ ഭൗതിക ഗുണങ്ങൾക്കും അതീതനായ പരിശുദ്ധ ആത്മീയ രൂപമാകുന്നു. അടുത്ത ബ്രഹ്മാവ് പറയണേ, ഈ ഭഗവാൻ നമ്മുടെ ഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളല്ല, അദ്ദേഹം വളരെ പരിശുദ്ധനാണ്, ഇതിൽ നിന്നൊക്കെ വേറിട്ട ആളാണ്. എങ്കിൽ കൂടിയും അദ്ദേഹം ഇവിടെ ഭൗതിക ലോകത്ത് സൃഷ്ടി നടത്താനായിട്ട്, സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ട് സാത്വികം, രാജസികം, താമസികം എന്നീ ത്രിവിധ ഭൗതിക ഗുണങ്ങൾ അദ്ദേഹം ബഹിരംഗ ശക്തിയാൽ സ്വീകരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ അദ്ദേഹം ശുദ്ധ സത്വത്തിലാണ്. ഈ ഭൗതിക ഗുണങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല. എങ്കിലും അദ്ദേഹം ഭൗതിക ലോകത്ത് സൃഷ്ടി നടത്തണ്ടേ? നമ്മളൊക്കെ തെറ്റ് ചെയ്തോലോ, നമ്മൾ സൃഷ്ടിക്കാതിരിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിൽ കോടാനുകോടി ജീവസത്തുകള് അവിടെ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തവരായിട്ടുള്ള ആയതുകൊണ്ട് അവരെ ഇങ്ങോട്ട് അവിടെ വേറൊരു സ്ഥലത്താക്കണം അല്ലെ. നമ്മുടെ കുട്ടി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിനൊരു ശിക്ഷ ഉണ്ടല്ലോ. ഇവിടെ കുട്ടികളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ജുവനൈൽ ഹോമിലാക്കും. എന്തിനാക്കണത്? അവരെ കളയാൻ തരില്ല. നിയമത്തിന് അവരെ അല്ലെ, അവരോട് കരുണയുണ്ട്, അവരെ ശരിയാക്കാൻ വേണ്ടി ദുർഗുണ പാഠശാലയിൽ ഏൽപ്പിക്കുകയാണ് അല്ലെ. ഈ മായയാണ് ദുർഗുണ പാഠശാലയുടെ അധിപതി. ആരാണ്? ദുർഗാദേവിയാണ് ടീച്ചർ. നമ്മുടെ ടീച്ചർ ആരാണ്? മായാദേവി, ദുർഗാദേവിയാണ് അല്ലെ. ഭയങ്കര കർക്കശക്കാരിയാണ് മായ. ആളുടെ കീഴിലേക്ക് നമ്മളെ കൊണ്ടുവരണം. എന്താണ് അച്ഛൻ പറഞ്ഞത് മക്കൾ ഏതായാലും കേൾക്കില്ലേ. അപ്പൊ എന്ത് ചെയ്യും? അച്ഛൻ എന്ത് ചെയ്യും? ഒരു ട്യൂഷൻ ടീച്ചർ ആക്കും അല്ലെ. നമ്മൾ പഠിപ്പിച്ചാൽ പഠിക്കേണ്ടാകുമ്പോൾ നമ്മൾ എന്താ, നല്ല കർക്കശമുള്ള ട്യൂഷൻ ടീച്ചർ, നല്ല അടി കൊടുക്കുന്ന ട്യൂഷൻ ടീച്ചർ ഉണ്ടെങ്കിൽ അവരെടുത്ത് ഈ കുട്ടികളാക്കി അവർ പഠിച്ചോളും. അതേപോലെ കൃഷ്ണ ഭഗവാൻ പറഞ്ഞത് നമ്മൾ അനുസരിക്കാണ്ടായപ്പോ ഭഗവാൻ നല്ല കർശനമായിട്ടുള്ള ടീച്ചറെ ഏൽപ്പിച്ചു നമ്മളെ. ആരാണ് ടീച്ചർ? ദുർഗാദേവി അല്ലെ. ആ ടീച്ചറുടെ ലോകാണെന്ത്? ഈ ഭൗതിക ലോകം. അവിടെ നമ്മളെ ഏൽപ്പിച്ചു. ഇവിടെ നമുക്ക് തെറ്റ് ചെയ്ത നല്ല ശിക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെ, ജനനവും മരണവും വാർദ്ധക്യവും രോഗങ്ങളും ഒക്കെ തന്ന് അല്ലെ, പ്രശ്നങ്ങൾ തന്ന്. എന്തിനാ തരണത്? നമ്മൾ മൂലസ്വരൂപത്തെ ചിന്തിക്കാൻ വേണ്ടിയാണ്. പ്രശ്നം വരുമ്പോഴല്ലേ തിരിച്ചു നോക്കുള്ളൂ. എന്താ എന്റെ പ്രശ്നത്തിന് കാരണം? ഭഗവാനെ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലല്ലോ അല്ലെ, എന്ത് വഴിപാട് ചെയ്തിട്ടും മാറുന്നില്ലോ, എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടും മാറുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്തോ സംഗതി ഉണ്ട്, തിരിയാൻ തുടങ്ങും. പതുക്കെ ആത്മാവിലേക്ക് തിരിയാനും ഭഗവത്ഗീതയിലേക്കും ഭഗവാനിലേക്കൊക്കെ തിരിയാൻ തുടങ്ങും. അപ്പൊ അവിടെ മായാദേവി അതിനാണ് കർശനമായിട്ടുള്ള ശിക്ഷകൾ ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ എന്താ പറഞ്ഞത്? അങ്ങനെ ജീവാത്മാക്കളുടെ ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണത്തിന് അതീതനാണ് ഭഗവാൻ. എന്നാൽ ഞാൻ ഉൾപ്പെടെ ഏവരുടെയും നിയന്താവാണ് അദ്ദേഹം. ഇനി നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ അറിയാൻ പറ്റില്ല. നഭവേ ഗ്രാഹ്യം ഇന്ദ്രിയേ എന്ന് പറഞ്ഞിട്ട് അല്ലെ. നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? സേവോൻ മുഖേഹി ജിഹ്വാദോ. ഭഗവാനെ സേവ ചെയ്ത് തൃപ്തിപ്പെടുത്തണം. അപ്പോഴേ ഭഗവാൻ പ്രസന്നനാവുള്ളൂ നമ്മള് അല്ലെ. ആ സർവന്റെ സേവനം ചെയ്യണം കണ്ടിട്ട് ഭഗവാൻ അങ്ങോട്ട് കരുണ തോന്നല്ലേ. ആ കരുണ ജിഹ്വ കൊണ്ട്, വായ കൊണ്ട് എന്താണ്? നാമം ജപിക്കുക, പ്രസാദം കഴിക്കുക, ഭഗവാന്റെ ഗുണവർണ്ണനങ്ങൾ ചെയ്യുക. അതാണ് ജിഹ്വ കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നാമം ജപിച്ചിട്ടും സർവീസ് ചെയ്തിട്ടും ഭഗവാനെ, ഒരു യജമാനെ എങ്ങനെ തൃപ്തിപ്പെടുത്തും ഒരു സർവന്റ്, അതുപോലെ തൃപ്തിപ്പെടുത്തുമ്പോ ഭഗവാൻ നമ്മളോട് കരുണ തോന്നും. തപസ് തന്നെയാണ്. അങ്ങനെ സേവനം ചെയ്യുമ്പോൾ ആർക്ക് തൃപ്തി തോന്നും? യജമാന് തോന്നുകയാണ്, പാവം എന്നെ ഒരുപാട് കാലമായി സേവിക്കണം, ഞാൻ ഇനി അവന്റെ മുന്നിൽ പ്രത്യക്ഷനാവാം. അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാ ജ്ഞാനവും ഹൃദയത്തിൽ നിന്ന് നമുക്ക് തരാം. സജ്ജനങ്ങളുടെ സംസർഗം തരാൻ തുടങ്ങും. ഇനി സംസർഗം കിട്ടിയാൽ തന്നെയും ഇവിടെയും സേവ ചെയ്യുമ്പോഴേ ഭഗവാൻ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഭക്തരിലൂടെ കാണാൻ തുടങ്ങി അല്ലെ. തിലകത്തിലൂടെയും കണ്ടിമാലൂടെയും ഭഗവാന്റെ വിഗ്രഹ രൂപത്തിലൊക്കെ ഭഗവാനെ കാണാണ് നമ്മൾ വിവിധ രീതിയിൽ. ഇനി ഇവിടെ സേവ ചെയ്ത് നമ്മൾ നിസ്വാർത്ഥമായി സേവ ചെയ്ത് ഭഗവാനെ തൃപ്തരാക്കുമ്പോ നേരിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്ന പോലെ നേരിട്ട് കൃഷ്ണനെ കണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ട് സാധിക്കും. അതിൽ ഒരു സംശയമില്ല. നാരദ മഹർഷിക്ക് അങ്ങനെയുള്ള ആളായിരുന്നു. ദാസീപുത്രനായിരുന്നപ്പോ കാണാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹം സേവ ചെയ്ത് ജപിച്ച് ധ്യാനം ചെയ്ത് പിന്നത്തെ ജന്മത്തിൽ അദ്ദേഹം നേരിട്ട് ബ്രഹ്മാവന്റെ പുത്രനായിട്ട് നാരദ മഹർഷിയായിട്ട് ജനിച്ച് എപ്പോഴും കാണാൻ പറ്റുന്ന അവസ്ഥയിലായി. അപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നീന്താവ് അദ്ദേഹമാണ് എന്ന് ആര് പറഞ്ഞു? ബ്രഹ്മാവ് പറഞ്ഞു. പരമോന്നത ഭഗവാന്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കാൻ മാത്രം അനുവാദമുള്ള ബദ്ധജീവാത്മാക്കുള്ള ഭൗതിക പ്രപഞ്ച സൃഷ്ടി ആവർത്തിച്ച് സംഹരിക്കപ്പെടുകയും വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി ഇവിടെ ഭഗവാന്റെ
ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കാൻ വിധിച്ചിട്ടുള്ളവരാണ് ജീവസത്തുകൾ എല്ലാവരും, അല്ലെ, ദേവന്മാരുൾപ്പെടെ എല്ലാവരും. അങ്ങനെയുള്ള ഭൗതിക ലോകം ആവർത്തിച്ച് സൃഷ്ടിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ബ്രഹ്മാവ് പറഞ്ഞു, നാരദനോട് പറഞ്ഞു. ഇനി എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്, അല്ലെ? തുടർന്ന് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തെ കുറിച്ച് വിവരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം കൃഷ്ണനെ കുറിച്ച് കേട്ടു, അല്ലെ? ആദിമൂലം കൃഷ്ണനാണ് എല്ലാത്തിന്റെ ഉറവിടം. അദ്ദേഹത്തിൽ നിന്ന് ഫസ്റ്റ് വിസ്തരണം വന്നിട്ട് ബലരാമൻ വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബലരാമനിൽ നിന്ന് 4 വിസ്തരണം വേറെ വരുന്നുണ്ട്. ആരൊക്കെയാണ്? സംഘർഷണൻ, വസുദേവൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, ഇങ്ങനെ 4 പേര്, ചതുർവ്യൂഹം എന്ന് പറഞ്ഞു. ഇനി ആ സംഘർഷണിൽ നിന്ന് ഉണ്ടാവുന്ന ഒരാളാണ് മഹാവിഷ്ണു. കൃഷ്ണനിൽ നിന്ന് ബലരാമനിൽ നിന്ന് 4 പേരുണ്ടായി. ആ 4 പേരിൽ ടോപ്പ് ആളാണ് സംഘർഷണൻ. സംഘർഷണിൽ നിന്ന് ഉണ്ടാവുന്ന ആളാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിന് വേറൊരു പേരുണ്ട്, കാരണ ഉദകശായി വിഷ്ണു. കാരണം, പ്രപഞ്ചത്തിന്റെ കാരണമാവാൻ പോണ ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് കാരണ ഉദകശായി വിഷ്ണു. ഇത് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കണം, ഇല്ലേ? കാരണജലം എന്ന് പറഞ്ഞിട്ട് വലിയ സമുദ്രമുണ്ട്, അതിന് ശയിക്കുകയാണ് ആര്? ഈ കാരണ ഉദകശായി വിഷ്ണുവിന് പേരുള്ള മഹാവിഷ്ണു. അദ്ദേഹം അതിന് ശയിച്ചിട്ട് കാരണ ഉദകശായി വിഷ്ണു ഉണ്ടായി, അവതരിച്ചു. അതിനുശേഷം മഹത്തത്വം എന്നൊരു സംഭവം ഉണ്ടായി. മഹത്തത്വത്തിന് ഭൗതിക സൃഷ്ടി തത്വങ്ങൾ എന്നാണ് പറയുക. മഹത്തത്വം അഥവാ ഭൗതിക സൃഷ്ടി തത്വങ്ങൾ സംഭവിച്ചു. കാരണം ഉദകശായി വിഷ്ണു അവതരിച്ച ഉടനെ എന്താ ഉണ്ടായത്? മഹത്തത്വം എന്നൊരു ഭൗതിക സൃഷ്ടി തത്വം ഉണ്ടായി. ആ ഭൗതിക സൃഷ്ടി തത്വം അഥവാ മഹത്തത്വം ഉണ്ടായതിനു ശേഷം അടുത്തുണ്ടായത് കാലം. എന്താണ്? കാലം ഉണ്ടായി. കാലം ഉണ്ടായതിനു ശേഷം ഭൗതിക പ്രകൃതി പ്രത്യക്ഷമായി. സ്വഭാവം എന്ന് പറയുന്നത് സ്വഭാവം, അതിന് ഭൗതിക പ്രകൃതി ഉണ്ടായി. അപ്പൊ ഉണ്ടായതൊക്കെ മനസ്സിലായോ? കാരണം ഉദകശായി വിഷ്ണു അവതരിച്ചു. എവിടെ നിന്ന് അവതരിച്ചു? സംഘർഷണനിൽ നിന്ന്. അദ്ദേഹം ഉണ്ടായ ഉടനെ എന്തുണ്ടായി? മഹത്വത്വം ഉണ്ടായി. മഹത്വത്വം പറഞ്ഞാൽ ഭൗതിക സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ മഹത്വത്വം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാരണം ഉദകശായി വിഷ്ണുവിന്റെ മനസ്സ് ആഗ്രഹിക്കുമ്പോഴേക്കും അവിടെ മഹത്വത്വം ഉണ്ടായി. മഹത്വത്വത്തിന് ശേഷം കാലമുണ്ടായി. കാലത്തിന് ശേഷം ഭൗതിക പ്രകൃതി ഉണ്ടായി. ഇനി എന്താണ് ഈ ഭൗതിക പ്രകൃതി? സ്വഭാവം എന്നാണ് പറയുന്നത്. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രിവിധ ആവിർഭാവങ്ങൾ എന്നാണ് അർത്ഥം. ത്രിഗുണങ്ങൾ, അല്ലെ? അപ്പൊ കർമ്മങ്ങളായിട്ടാണ് പരിണമിക്കുന്നത്. ഈ ഭൗതിക പ്രകൃതി സ്വഭാവം എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളാലാണ് ഉണ്ടാവുന്നത്. ഈ 3 ഗുണങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. ഈ ഭൗതിക ലോകത്താണ് ഈ 3. ആത്മീയ ലോകത്ത് 3 ഗുണങ്ങളൊന്നും ഇല്ല. അവിടെ ശുദ്ധ സത്വ അവസ്ഥ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് 3 ഗുണങ്ങൾ വരുന്നത്. അത് പരമോന്നതന്റെ പരമേച്ഛയാൽ മഹത്വത്വം പ്രക്ഷുബ്ധമാക്കപ്പെടുമ്പോൾ 3 ഗുണങ്ങൾ ഉണ്ടാവുന്നു. ഇനി എങ്ങനെയാണ്? അപ്പൊ നമ്മള് മഹത്വത്വം വന്നു, അല്ലെ? ഭൗതിക പ്രകൃതി വന്നു എന്ന് പറഞ്ഞു. ഇനി ഭഗവാന്റെ ഇച്ഛയാൽ, ഇനി ഭഗവാൻ ഇച്ഛിക്കുകയാണ്. കാരണം ഉദകശായി വിഷ്ണുവാണ് ഇവിടെ ഇച്ഛിക്കുന്നത് കേട്ടാ. അദ്ദേഹം കൃഷ്ണൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇദ്ദേഹമാണ് ഇവിടെ ചെയ്യാൻ പോണത് പ്രവർത്തനങ്ങൾ, അല്ലെ? നേരിട്ടല്ല ചെയ്യണത്, അദ്ദേഹത്തിന്റെ വിസ്തരണത്തിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ മഹത്തത്വത്തെ പ്രക്ഷുബ്ധമാക്കുകയാണ്. ആര്? പരമ ഇച്ഛ ഉണ്ടാവണം. ഭഗവാൻ ഒരു ഇച്ഛ ഉണ്ടാവണം, സൃഷ്ടി ഉണ്ടാവണം എന്ന്. ആ ഇച്ഛ ഉണ്ടാവണോടുകൂടി മഹത്തത്വം എന്നുള്ള ആ സംഭവം എന്ത് സംഭവിച്ചു? അത് പ്രക്ഷുബ്ധമാവാൻ തുടങ്ങിയിട്ട് അതിൽ ത്രിഗുണങ്ങൾ ഉണ്ടായി. ഏതൊക്കെ ത്രിഗുണങ്ങള്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങൾ ഉണ്ടായി. ഇനി ജീവസത്തകൾ കൂടുതൽ തമോ ഗുണത്തിൽ, അതായത് കൂടുതൽ ജീവസത്തകൾ എങ്ങനെയാ വെച്ചാൽ കൂടുതൽ തമോ ഗുണത്തിലാണ് നിമഗ്നരാവണത് കേട്ടോ. നമ്മളിവിടെ ജനിക്കുന്ന ജീവസത്തകൾ. ബ്രഹ്മാവാണ് എന്താണ് രജോ ഗുണത്തിന്റെ അധികാരി. രജോ ഗുണം പറഞ്ഞാൽ സൃഷ്ടികർമ്മം നടത്തുന്നത്, അല്ലെ? സൃഷ്ടി നടത്തുന്ന ആരാണ്? ബ്രഹ്മ. അപ്പൊ സൃഷ്ടി നടത്തണമെങ്കിൽ എന്ത് വേണം? രജോ ഗുണം. എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രജോ ഗുണം വേണം, അല്ലെ? നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ, നല്ലോണം വർക്ക് ചെയ്ത് ഓരോ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ മുഴുവൻ രജോ ഗുണത്തിലേ അത് പറ്റുള്ളൂ, ഉണ്ടാക്കാൻ പറ്റും. ഇനി അത് നിലനിർത്തണമെങ്കിലോ? നിലനിർത്താൻ രജോ ഗുണം കൊണ്ട് പറ്റില്ല. കാരണം ഒരു 40 വർഷം 50 വർഷമൊക്കെ വിവാഹ ജീവിതം നിന്ന് പോണെങ്കിൽ രജോ ഗുണത്തിൽ പറ്റുമോ? അടിച്ച് പിരിഞ്ച് അങ്ങനെ പോവും. രജോ ഗുണത്തിലാണ്. സത്വഗുണത്തിലാണ് നിലനിൽക്കുള്ളൂ, അല്ലെ? പണ്ടത്തെ അമ്മമാര് 40 വർഷം 50 വർഷമൊക്കെ ഭർത്താക്കന്മാരെ കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സത്വഗുണം ഉള്ളത് കൊണ്ടാണ്. രജോ ഗുണമാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ആധുനിക യുഗത്തിൽ രജോ ഗുണം ആയതുകൊണ്ടാണ് 3 മാസം കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവണത്, അല്ലെ? 3, 4, 5 1 വർഷമൊക്കെ മാക്സിമം ആണ് പിരിയാനായിട്ട്. കാരണം അവർക്ക് രജോ ഗുണം ആയതുകൊണ്ടാണ്. അപ്പോ വിഷ്ണു ആണ് ആരാണ് അപ്പോ നിലനിർത്തുന്ന ആള്?
സത്വഗുണമുള്ള ആളാരാണ്? വിഷ്ണു അല്ലെ. വിഷ്ണു ആണ് നിലനിർത്തുന്നത്. സത്വഗുണത്തിന്റെ അധിപതി ആരാണ്? വിഷ്ണു. രജോ ഗുണത്തിന്റെ ബ്രഹ്മാവ്. ഇനി നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഡിവോഴ്സ് ഇന്ന് ഒറ്റ അടിക്ക് തീരുമാനിച്ചാൽ മതി, എല്ലാം വേണ്ട വെക്കാം അല്ലെ. വീട് ഉണ്ടാക്കണേക്കാളും കഷ്ടമാണ് വീട് പൊളിക്കാൻ. ജയസാക്ഷി പ്രഭു പറയാറില്ലേ, വീട് ഉണ്ടാക്കണാണോ എളുപ്പം, പൊളിക്കണതാണോ എളുപ്പം, അത് നിലനിർത്തണാണോ എളുപ്പം? നിലനിർത്തുന്നത് ഭയങ്കര കഷ്ടമാണ് അല്ലെ. നിലനിർത്തി 50 വർഷത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കഷ്ടമാണ്. അതിന് സത്വഗുണം വേണം. പൊളിക്കാനോ ഒറ്റയടി മതി അല്ലേ, ബുൾഡോസർ ഒറ്റയടിക്ക് പൊളിക്കാം അല്ലെ. അപ്പൊ ഒരു ബോംബ് വെച്ചാലും മതി പൊളിക്കാൻ. അപ്പൊ പൊളിക്കാൻ ഈസിയാണ്. അതിന് തമോ ഗുണം മതി, നശിപ്പിക്കാൻ തമോ ഗുണം മതി അല്ലെ, ഉണ്ടാക്കാൻ രജോ ഗുണം മതി. പക്ഷെ നിലനിർത്താൻ ആര് വേണം? സത്വഗുണം. അപ്പൊ നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളില് വിഷ്ണു കയറണം അല്ലെ. വിഷ്ണുവിന്റെ സ്വഭാവം നമ്മൾ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് നിലനിന്ന് പോകുള്ളൂ, അല്ലെങ്കിൽ എളുപ്പം പിരിഞ്ഞു പോകും. അപ്പൊ ഇവിടെ പറഞ്ഞു ബ്രഹ്മാവ് രജോ ഗുണാണ്, വിഷ്ണു സത്വഗുണം, ശിവൻ വന്നിട്ട് തമോ ഗുണത്തിന്റെ അധിപതി ആരാണ്? ശിവൻ. സംഹാരം നടത്തുമ്പോൾ അദ്ദേഹം ജഡമുടി കഴിച്ച് സംഹാര താണ്ഡവം ആടുമ്പോഴാണ് പ്രളയം വന്ന് കംപ്ലീറ്റ് നശിച്ചു പോവാ. അപ്പൊ ഇവര് 3 പേര് ആരാണ് തത്വത്തിൽ ആരാ? കൃഷ്ണൻ, വിഷ്ണു തന്നെയാണ്. വിഷ്ണു തന്നെ സൃഷ്ടിസ്ഥിതി സംഹരണാർത്ഥം 3 ഗുണങ്ങളിലേക്ക് പിരിഞ്ഞു വന്നിരിക്കുകയാണ്. 3ആയിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ആരാണ്? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട്. ഇനി ഭൗതിക പ്രകൃതി ദുർഗാദേവി ആരാണ്? അമ്മയായിട്ടാണ് ഇവിടെ കരുതുന്നത്. ഭൗതിക ലോകത്തിന്റെ അമ്മയാണ് ആര്? ദുർഗാദേവി. അപ്പൊ അച്ഛൻ ആരായിരിക്കും? ഭൗതിക ലോകത്തിന്റെ അച്ഛൻ ശിവൻ. ഞാൻ പറഞ്ഞത് ഇവിടത്തെ കേട്ടാ. മൊത്തത്തിലുള്ള അച്ഛനും അമ്മയ്ക്ക് രാധാകൃഷ്ണന്മാരാണ്. ഇവിടത്തെ ഭൗതിക ലോകത്തിന് ആരെ ഏൽപ്പിച്ചേക്കണ്? ദുർഗാദേവിനെ. അപ്പൊ ഭൗതിക ലോകത്തിന്റെ അമ്മ ആരാണ്? പാർവതി മാതാവാണ്. അച്ഛൻ ആരാണ്? ശിവ പാർവതിമാരാണ് ഭൗതിക ലോകത്തിന്റെ അച്ഛനും. അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അവരാരുടെ കൺട്രോളാണ്? കാരണോദകശായ വിഷ്ണുവിന്റെ കൺട്രോളാണ് അവരൊക്കെ കേട്ടാ. വിഷ്ണുവിന്റെ കൺട്രോളാണ്. ഇനി എല്ലാ ഭൗതിക സൃഷ്ടിയും രജോ ഗുണത്താലാണ് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു സൃഷ്ടി എന്തിലുണ്ടാവണ? രജോ ഗുണത്തില്. കലിയുഗത്തില് രജോ ഗുണമാണ് പ്രബലമായിരിക്കും. നമ്മുടെ യുഗത്തിന്റെ പ്രത്യേകത. മറ്റുള്ള യുഗങ്ങളിലൊക്കെ സത്വഗുണം ഉയർന്നു നിൽക്കുകയായിരുന്നു. പക്ഷെ കലിയുഗത്തില് രജോ ഗുണം എപ്പ വേണമെങ്കിൽ എല്ലാം നിർത്തി അല്ലെ നശിപ്പിക്കാം എന്നുള്ളത്. ഒരു റിമോട്ടിന് വേണ്ടിട്ട് വഴക്കുണ്ടാക്കി ചേച്ചി അനിയത്തെ കുത്തിക്കൊന്നു തുടങ്ങി, ചാനൽ മാറ്റാൻ വേണ്ടിട്ട്. രജോ ഗുണത്തിന്റെ അതിപ്രബലത, ദേഷ്യം അല്ലെ. അപ്പൊ കലിയുഗത്തിൽ രജോ ഗുണം പ്രബലമാകുമ്പോൾ സത്വിക ഗുണം അശുദ്ധമാക്കപ്പെടുന്നു. നമ്മുടെ കലിയുഗത്തിന്റെ പ്രത്യേകത രജോ ഗുണമാണ് കൂടുതൽ, അതുകൊണ്ട് അതിന്റെ സത്വഗുണം അശുദ്ധമായി പോവാണ്. അങ്ങനെ ജീവസത്തുകൾ ആത്മീയ സ്വഭാവം എന്ന യഥാർത്ഥ വ്യക്തിത്വം മറന്നുപോയി. അപ്പൊ നമുക്ക് എന്താ സംഭവിച്ചു? ഈ രജോ ഗുണം ഉയർന്നപ്പോ സത്വഗുണം നമ്മുടെ അശുദ്ധിയായി വന്നപ്പോ നമ്മുടെ ഒറിജിനൽ അവസ്ഥ എല്ലാവരും മറന്നു. നമ്മുടെ ഒറിജിനൽ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയ വ്യക്തികളാണ്, ആത്മീയ അസ്തിത്വമാണ് നമുക്കുള്ളത്. നമ്മൾ ഈശ്വരന്റെ അംശമാണ് അല്ലെ. അത് നമ്മള് എന്താ മറക്കാൻ കാരണം? രജോ ഗുണം പ്രബലമായി വന്നു. രജോ ഗുണത്തില് അല്ലെ ശരിയായ ചിന്ത നടക്കില്ല, സത്വഗുണം ഇല്ല. രജോ ഗുണത്തില് അല്ലെ എങ്ങനെയുള്ള ചിന്തയെ ഉണ്ടാവുള്ളൂ? ലൗകിക ചിന്തകളെ ഉണ്ടാവുള്ളൂ. അപ്പോ ലൗകിക ഗുണങ്ങള്, അതായത് സത്വം രജസും താമസം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് മിഥ്യാഹംഭവത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ആദ്യം ആകാശ ഉൽപ്പത്തി. ഇനി സൃഷ്ടികർമ്മമാണ് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ 3 ഗുണങ്ങൾ ഉണ്ടായല്ലോ. 3 ഗുണങ്ങൾ സൃഷ്ടിച്ചു. എങ്ങനെ? മഹത്തത്വത്തിൽ നിന്ന്. മഹത്തത്വം ഓർമ്മയുണ്ടല്ലോ, ഓർമ്മ കിട്ടണ്ട? കാരണോദകശായ വിഷ്ണു അവതരിച്ചപ്പോ മഹത്തത്വം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. ഈ മഹത്തത്വം പറഞ്ഞാൽ എന്താണ്? ഭൗതിക സൃഷ്ടി തത്വമാണ്. ഭൗതിക സൃഷ്ടി ഉണ്ടാവാനുള്ള ഒരു തത്വത്തിനെയാണ് എന്ത് പറയുന്നത്? മഹത്തത്വം. ഈ മഹത്തത്വത്തിന് മേലെ മഹത്തത്വം പ്രക്ഷുബ്ധമായി. എങ്ങനെ പ്രക്ഷുബ്ധമായി? ഭഗവാന്റെ പരമ ഇച്ഛയാൽ കാരണോദകശായ വിഷ്ണു ഇച്ഛിച്ചു സൃഷ്ടി ഉണ്ടാവണമെന്ന്. അപ്പോൾ ഈ മഹത്തത്വത്തിൽ പ്രക്ഷുബ്ധി ഉണ്ടാവുകയും അവിടെ ത്രിഗുണങ്ങൾ ആദ്യം സൃഷ്ടിക്കപ്പെട്ടു. ഭൗതിക പ്രകൃതി അല്ലെ 3 ഗുണങ്ങളുണ്ടായി. ഇനി അടുത്തത് മിഥ്യാഹംബോധത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ആദ്യം ആകാശം ഉണ്ടായി. ഇനി അടുത്ത എന്താ ഉണ്ടാവുന്നത്? ആകാശം ഉണ്ടായി. അന്ധകാരത്തിൽ മിഥ്യാഹംബോധം എന്നല്ല, അന്ധകാരത്തിൽ നിന്നാണ്. അന്ധകാരമാണ് ഭൗതിക ലോകം എന്ന് പറയുമ്പോ തന്നെ, ഭൗതിക സൃഷ്ടി വരുമ്പോ തന്നെ അന്ധകാരാണ്. വെളിച്ചത്തിൽ നിന്ന് മാറി അല്ലെ. വെളിച്ചം ആധ്യാത്മിക ലോകല്ലേ. ആ അന്ധകാരത്തിൽ നിന്ന് ആദ്യം എന്താ ഉണ്ടായി? ആകാശം ഉണ്ടായി. ഇനി പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി പറയാണ്. ഇനി ആകാശത്തിന്റെ സൂക്ഷ്മ രൂപം ശബ്ദമാകുന്നു. ശബ്ദം, ആകാശത്തിന്റെ രൂപം പറഞ്ഞ എന്താണ്? ശബ്ദം. അടുത്തത് ഈ ആകാശത്തിൽ നിന്നുണ്ടായ അടുത്ത ആളാണ് വായു. എന്താണ്? വായു ഉണ്ടായി അല്ലെ. പഞ്ചഭൂതങ്ങളിൽ 2ാമത്തെ ആള് വായു. വായുവിന്റെ ഗുണമാണ് സ്പർശം. സ്പർശനം ഉണ്ടാവുന്നത് വായു ഉള്ളത് കൊണ്ടാണ്. നമുക്ക് സ്പർശനമൊക്കെ ഉണ്ടാവുന്നത് വായുവിന്റെ ഇതുകൊണ്ടാണ്. അടുത്ത വായു രൂപാന്തരീകരിക്കപ്പെട്ട് അഗ്നി ഉണ്ടായി. 3ാമത്തെ ആള് അഗ്നി. അഗ്നിയുടെ ഗുണമാണ് രൂപം അല്ലെ. രൂപം, അഗ്നിയുടെ ഗുണമാണ് രൂപം ഉണ്ടായത് അഗ്നി ഉള്ളത് കൊണ്ടാണ്. അടുത്ത അഗ്നിക്ക് പരിണാമം സംഭവിച്ച് ജലം ഉണ്ടായി.
ജലത്തിൽ നിന്നാണ് രുചി, രസം ഉണ്ടാകുന്നത്. രസം, രുചിയൊക്കെ ജലത്തിലുണ്ടാകുന്നത്. ഇനി ജലത്തിൽ നിന്നാണ് ഗന്ധമുള്ള ഭൂമി ഉണ്ടാവുന്നത്, പൃഥ്വി. ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. ഇപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായല്ലോ. ഏതൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇങ്ങനെയാണ് ഓർഡർ. അതുണ്ടായി. ഇനി എല്ലാ സൃഷ്ടിയുടെയും യഥാർത്ഥ കാരണം മഹത്തത്വം എന്ന കാരണസാഗരത്തിൽ ശയിക്കുന്ന കാരണോദകശായി വിഷ്ണു ആകുന്നു. ഇനി ഇതൊക്കെ സൃഷ്ടിച്ചത് കാണുമ്പോൾ ബ്രഹ്മാവാണ് നമുക്ക് സൃഷ്ടിച്ചത്, അല്ലെ? ബ്രഹ്മാവ് വഴിയാണ് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? കാരണോദകശായി വിഷ്ണു ആണെന്ന്. കാരണജലത്തിൽ ശയിക്കുന്ന ആ മഹാവിഷ്ണുവാണ് ഇതിന്റെ യഥാർത്ഥ കാരണം. സർവ്വകാരണങ്ങളുടെയും പരമകാരണം സ്വയം ഭഗവാനാണെന്ന് ബ്രഹ്മാവ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഇവിടെ നമ്മൾ ഭഗവത്ഗീതയിൽ അതിനൊരു കോട്ടിയുണ്ട്, ആ ശ്ലോകം കോട്ടിയുണ്ട് 10:5. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം മുദാ ഭാവഃ സമന്വിതാ. ഇതാരാ പറയണ? കൃഷ്ണൻ. കൃഷ്ണൻ എവിടെയാ പറയണത്? ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകത്തിൽ എന്താ പറയണ? അഹം, ഞാൻ, സർവസ്യ പ്രഭവോ, എല്ലാത്തിന്റെയും ഉറവിടമാകുന്നു. മനസ്സിലായോ? മത്തഃ സർവം പ്രവർത്തതേ, എന്നാലാണ് എല്ലാം പ്രവർത്തിക്കപ്പെടുന്നത്. ഇതി മത്വാ ഭജന്തേ മാം, ഇത് അറിഞ്ഞുകൊണ്ട് എന്നെ ഭജിക്കുന്നവർ ബുധാഭാവ സമന്വിത, ബുദ്ധിയുള്ളവരാകുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഭജിക്കും. ഇത് കൃഷ്ണൻ നേരിട്ട് പറഞ്ഞ ശ്ലോകമാണ്, നമ്മൾ വിശ്വസിക്കുക, അല്ലെ? ഭഗവത്ഗീത വിശ്വസിക്കണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞ ശ്ലോകല്ലേ ഇത്? അദ്ദേഹം എന്താ പറഞ്ഞ? അഹം സർവസ്യ പ്രഭോ. അതാണ് ഇപ്പൊ ബ്രഹ്മാവും പറയുന്നത്. ഇതിന്റെ എല്ലാം മൂലകാരണം ആരാണ്? കാരണോദകശായി വിഷ്ണു. അത് അദ്ദേഹം വന്ന എവിടെയാന്ന് നമുക്ക് അറിയാലോ. പിന്നെ തിരിച്ച് അന്വേഷിച്ച് പോയാൽ നമ്മൾ കൃഷ്ണനിലെത്തും, അല്ലെ? കാരണോദകശായി വിഷ്ണു എവിടെ നിന്ന് വന്നു? സംഘർഷണിൽ നിന്ന് വന്നു. സംഘർഷൻ ബലരാമനിൽ നിന്ന് വന്നു. ബലരാമൻ കൃഷ്ണനിൽ നിന്ന് വന്നു. ഇനി അടുത്തത്, ഇനി 3 ഗുണങ്ങളിൽ നിന്ന് എന്തൊക്കെയാ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. സത്വഗുണത്തിൽ നിന്നാണ് മനസ്സുണ്ടായത്. എന്താണ്? മനസ്സ്. അത് മാത്രമല്ല, ശരീരചലനങ്ങളെ നിയന്ത്രിക്കുന്ന 10 ദേവന്മാരും കൂടി ഈ സത്വഗുണത്തിൽ നിന്ന് ഉണ്ടാവും. 10 ദേവന്മാര്. അതാരൊക്കെയാണ്? ഒന്ന് ദിക്പാലകർ, അഷ്ടദിക്ക് പാലകർ. അടുത്തത് വായുദേവൻ, അഗ്നിദേവൻ, ദക്ഷ പ്രജാപതിയുടെ പിതാവ് എന്ന് പറയുന്നു. അശ്വിനി കുമാരന്മാര്, സൂര്യദേവൻ, ഇന്ദ്രദേവൻ, ഉപേന്ദ്രൻ, ആദിത്യന്മാർ, ബ്രഹ്മാവ്. ഇവരാണ് 10 ദശദേവന്മാർ. ഇവരൊക്കെ സത്വഗുണത്തിൽ നിന്നാണ് ഉണ്ടായത്. മനസ്സിലായി? സത്വഗുണത്തിൽ ഉണ്ടായിരുന്ന 10 ദേവന്മാരുടെ പേരാ നമ്മൾ പറഞ്ഞ്. പിന്നെ മനസ്സും ഉണ്ടായി കേട്ടോ. ഇനി അടുത്തത് രജോ ഗുണത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായെന്ന് പറയാം. രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടായതാണ് ചെവി, കണ്ണങ്ങള്, നേത്രങ്ങള്, അല്ലെ? കണ്ണുകള്, മൂക്ക്, നാസിക, വക്രം എന്ന വായ, പിന്നെ ത്വക്ക്, അല്ലെ? ത്വക്ക്, തൊലി, ജിഹ്വ വായ, കൈകാലുകള്, ജനനേന്ദ്രിയങ്ങള്, വിസർജനേന്ദ്രിയം. ഇങ്ങനെയുള്ള ഇന്ദ്രിയ അവയവങ്ങളൊക്കെ ഉണ്ടായത് രജോ ഗുണത്തിൽ നിന്നാണ്. അതിന്റെ കൂടെ വിവേകവും ജീവചൈതന്യവും കൂടെ ഉണ്ടായിട്ടുണ്ട് രജോ ഗുണത്തിൽ നിന്ന്. ശേഷം ഭഗവാന്റെ ശക്തി പ്രഭാവത്താൽ മൂലഘടകങ്ങള്, മനസ്സ്, ഇന്ദ്രിയങ്ങള്, പ്രകൃതി എന്നീ ഘടകങ്ങൾ ഏകീഭവിച്ചു. ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. രജോ ഗുണത്തിൽ നിന്ന് കുറെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു, അല്ലെ? രജോ ഗുണത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി? നമ്മുടെ ഇന്ദ്രിയങ്ങള്, മൂക്ക്, കണ്ണ്, ത്വക്ക്, നാക്ക്, പഞ്ചേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണത്തിൽ നിന്നുണ്ടായി. സത്വഗുണത്തിൽ നിന്നുണ്ടായി, മനസ്സുണ്ടായി, 10 ദേവന്മാരും ഉണ്ടായി, അല്ലെ? ഇനി എന്താ പറയണത്? അടുത്തത് പറയണത് ഭഗവാന്റെ ശക്തി പ്രഭാവത്താൽ ഈ മൂലഘടകങ്ങൾ, 8 ഘടകങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം ആദ്യം ഉണ്ടായത് പറഞ്ഞില്ലേ? ഈ മൂലഘടകങ്ങളും മനസ്സ്, ഇന്ദ്രിയങ്ങളും പ്രകൃതി ഗുണങ്ങളും ത്രിഗുണങ്ങളും ഇതെല്ലാം കൂടി ഏകീഭവിച്ചു. എങ്ങനെ? ഭഗവാന്റെ ശക്തി പ്രഭാവത്താൽ ഏകീഭവിച്ചപ്പോ ഈ പ്രപഞ്ചം ഉണ്ടായി. ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്. എങ്ങനെയാ പ്രപഞ്ചം ഉണ്ടായെന്ന് പറയണം. ഭഗവാന്റെ ശക്തി പ്രഭാവത്താൽ 8 ഘടകങ്ങളും ത്രിഗുണങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരാതും എല്ലാം കൂടെ ഏകീഭവിച്ചു, ഒന്നിച്ചു ചേർന്ന് എന്തുണ്ടായി? പ്രപഞ്ചം ഉണ്ടായി. മനസ്സിലായി? അങ്ങനെ പ്രപഞ്ചങ്ങൾ, ഒരു പ്രപഞ്ചമല്ല, അങ്ങനെ കോടിക്കണക്കിന് പ്രപഞ്ചങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ കാരണോദകശായി വിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന്, പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൽ നിന്ന്. പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിന് നിശ്വാസം എന്ന് പറയും, അല്ലെ? ഉള്ളിലേക്ക് എടുക്കണല്ലേ ഉച്ഛ്വാസം, അല്ലെ? നിശ്വാസം, പുറത്തേക്ക് വിടുന്ന വായു. ഭഗവാൻ ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വായുവിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ പ്രപഞ്ചം, കോടിക്കണക്കിന് ഇങ്ങനത്തെ പ്രപഞ്ചങ്ങൾ ഉണ്ടായി. ആരുടെ? കാരണ ഉദകശായി വിഷ്ണുവിന്റെ. അങ്ങനെ ഈ പ്രപഞ്ചങ്ങളൊക്കെ സഹസ്രാബ്ദങ്ങളോളം നിലകൊണ്ടു എന്ന് പറയുന്നത് ഇവിടെ കാരണജലത്തില്. ഇനി ജീവാത്മാക്കളുടെ നാഥൻ അഖില ലോകത്തിലും പ്രവേശിച്ചു. ഇനി കാരണോദകശായി വിഷ്ണുവാണ് ഈ ജീവാത്മാക്കളുടെ നാഥൻ ട്ടാ. നിങ്ങൾ
നാഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയി കാണാം എല്ലാത്തിന്റെയും നാഥൻ കൃഷ്ണനാണ്. പക്ഷെ ഇപ്പൊ പഠിക്കുന്ന ആരാണ്? കാരണ ഉദകശായി വിഷ്ണുവിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. അദ്ദേഹമാണ് ഇത് സൃഷ്ടിച്ചത്. അങ്ങനെ പ്രപഞ്ചങ്ങളൊക്കെ ഉണ്ടായി. ഇനി ഈ ജീവാത്മാക്കളുടെ നാഥനായിട്ടുള്ള ഈ കാരണോദകശായി വിഷ്ണു സർവ പ്രപഞ്ചത്തിലും പ്രവേശിച്ചു. എന്നിട്ട് അവയൊക്കെ ചേതനകളാക്കി. എല്ലാം അങ്ങനെ വെറുതെ പ്രപഞ്ചങ്ങളും മിണ്ടാതെ കിടക്കല്ലേ, ഒരു ഡെഡ് ബോഡി പോലെ. അതിന് മുഴുവൻ എന്ത് കൊടുക്കണം? ജീവൻ കൊടുക്കണ്ടേ? ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണോദകശായി വിഷ്ണു ഈ കോടിക്കണക്കിന് പ്രപഞ്ചത്തില് കോടിക്കണക്കിന് വിഷ്ണു രൂപത്തിൽ പ്രവേശിച്ചു. ഒരു വിഷ്ണു അല്ല, കോടിക്കണക്കിന് വിഷ്ണു രൂപത്തിൽ പ്രവേശിച്ചു. അപ്പൊ കാരണോദകശായി നിന്ന് വിഷ്ണുവിൽ നിന്ന് ഉണ്ടായ ഈ രണ്ടാമത്തെ വിഷ്ണുവിന്റെ പേരാണ് ഗർഭോദകശായി വിഷ്ണു. ഈ എല്ലാ പ്രപഞ്ചത്തിലും പ്രവേശിച്ചല്ലോ കാരണോദകശായി വിഷ്ണുവിൽ നിന്നുള്ള വിസ്തരണം. അദ്ദേഹത്തിന്റെ പേരാണ് ഗർഭോദകശായി വിഷ്ണു. അത് ഒരാളാണോ ഗർഭോദകശായി വിഷ്ണു? കോടിക്കണക്കിന് ഗർഭോദകശായി വിഷ്ണുവാരുണ്ട് ഓരോ പ്രപഞ്ചത്തിലും. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ വിയർപ്പ് കൊണ്ട് ആ പ്രപഞ്ചത്തിന്റെ പകുതി നിറയ്ക്കും. ഈ ഗർഭോദകശായി വിഷ്ണു എന്താ ചെയ്യാ? അദ്ദേഹത്തിന്റെ വിയർപ്പ് കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ പകുതി നിറച്ചിട്ട് അതിൽ ശയിക്കും. മനസ്സിലായി? അതിൽ കിടന്നു. ഇനിയാണ് നമുക്ക് ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ പോവാണ്. മനസ്സിലായി? അദ്ദേഹം കിടന്നു. അദ്ദേഹത്തിന്റെ നാഭിയിൽ ഒരു താമരയൊക്കെ ഉണ്ട് കേട്ടോ. പാദത്തിൽ ലക്ഷ്മി ദേവി ഉണ്ട്. ആരുടെ? ഗർഭോദകശായി വിഷ്ണുവിന്റെ പാദം ലക്ഷ്മി ദേവി തടവുണ്ട്. അദ്ദേഹത്തിന്റെ നാഭിയിൽ ഒരു താമരപ്പൂ ഉണ്ടാവുന്നുണ്ട്. ആ താമരപ്പൂവിൽ ഫസ്റ്റ് അദ്ദേഹം ആരെ സൃഷ്ടിച്ചു? ബ്രഹ്മാവിന്. അത് ഓരോ ലോകത്തും ഓരോ ബ്രഹ്മാവാണ്. നമ്മുടെ ലോകത്തിലെ ബ്രഹ്മാവാണ് 4 തലയുള്ളത്. കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഓരോ ബ്രഹ്മാവിനും തല വ്യത്യാസമാണ്. 1,00,000 തലയുള്ള ബ്രഹ്മാവുണ്ട് അല്ലെ, 500 തലയുള്ള ബ്രഹ്മാവുണ്ട്, 10 തലയുള്ള ബ്രഹ്മാവുണ്ട്. ബ്രഹ്മാവ് തന്നെ കോടിക്കണക്കിനുണ്ട്. നമ്മുടെ അറിവ് എത്ര മാത്രം പരിമിതമെന്ന് മനസ്സിലായല്ലോ അല്ലെ. നമ്മൾക്ക് ആകെ നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിലെ കാര്യങ്ങളെല്ലാം ഒന്നും അറിയില്ല അല്ലെ. അങ്ങനത്തെ എത്രയോ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളും അതിലോരോ ദേവന്മാരും എല്ലാം. ഒരു രാജ്യത്ത് 28 സംസ്ഥാനം. ആ 28 സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരില്ലേ? മനസ്സിലാക്കുക. അപ്പൊ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ. അതുപോലെ ഭഗവാൻ ബ്രഹ്മാക്കളുടെ സമ്മേളനം വിളിച്ചു കൂട്ടാറുണ്ട്, മീറ്റിങ്ങുകൾ. കൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ ഇരുന്നപ്പോ എല്ലാ ബ്രഹ്മാക്കന്മാരുടെയും സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ദ്വാരകയില്. അവിടെ പല ടൈപ്പ് തലകളുള്ള ബ്രഹ്മാവ് വന്നിട്ടുണ്ടായിരുന്നവർ. 4 തലയുള്ള, 10 തലയുള്ള, 5 തലയുള്ള, 100 തലയുള്ള, 1000 തലയുള്ള ബ്രഹ്മാക്കന്മാർ. വിവിധ ലോകത്തിന്റെ വലിപ്പം അനുസരിച്ചും ബ്രഹ്മാണ്ടത്തിന്റെ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചും ബ്രഹ്മാവിന്റെ തലകളിൽ വ്യത്യാസം. ഏറ്റവും സ്റ്റാൻഡേർഡ് കുറവ് നമ്മുടെ ബ്രഹ്മാണ്ടായതുകൊണ്ട് നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ 4 തലയുള്ള ബ്രഹ്മാവാണ് ഉള്ളത് അല്ലെ. അപ്പോ അത് നമുക്ക് മനസ്സിലായി. ഇനി ആ മഹാവിഷ്ണു കാരണസാഗരത്തിൽ ശയിക്കുന്നുവെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് നിർഗമിച്ചു. ഇനി എങ്ങനെയാണ് ഇത് വന്നെന്ന് പറയണ്ടേ? മഹാവിഷ്ണു കാരണോദകശായി വിഷ്ണു കാരണജലത്തിലാണ് ശയിക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹം നിർഗമിച്ചു, പുറത്തേക്ക് വന്നിട്ട് സ്വയം വിഭജിച്ചു. കാരണോദകശായി വിഷ്ണു കാരണജലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം സ്വയം കോടിക്കണക്കിന് വിഷ്ണുമാരായിട്ട് സ്വയം വിസ്തരിച്ചു, വിഭജിച്ചിട്ട് ഓരോ പ്രപഞ്ചത്തിലും പ്രവേശിച്ചു. ഇതെങ്ങനെയാന്ന് കൃത്യമായിട്ട് പറയണം. ഓരോ പ്രപഞ്ചത്തിൽ നിന്നിട്ട് പ്രവേശിച്ചു. അനന്തരം സഹസ്രക്കണക്കിന് ഇനി എന്ത് ചെയ്തു? പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹം ഒരു പ്രത്യേക രൂപമുണ്ടായി, വിരാട് രൂപം കൈക്കൊണ്ടുവന്നു ഈ കാരണോദകശായി വിഷ്ണു. എല്ലാ പ്രപഞ്ചത്തിലും ഗർഭോദകശായി വിഷ്ണുവായി കയറി. കൂടാതെ അദ്ദേഹം ആയിരക്കണക്കിന് പാദങ്ങൾ, സഹസ്രക്കണക്കിന് പാദങ്ങള്, കൈകള്, വക്ത്രങ്ങൾ, വായകള്, ശിരസുകൾ, ആയിരക്കണക്കിന് ശിരസുകൾ, ഇങ്ങനെയുള്ള ഒരു വിരാട് രൂപം സ്വയം സ്വീകരിച്ചു, വിരാട് സ്വരൂപം സ്വീകരിച്ചു. അങ്ങനെ ആ വിശ്വരൂപത്തിൽ, ഭഗവാന്റെ ആ വിശ്വരൂപത്തിലാണ് ഈ 14 ലോകങ്ങൾ. അപ്പൊ നമ്മുടെ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയില് 14 ലോകങ്ങളില്ലേ, ആ നാഭി തൊട്ടിട്ട് ഒരു വിശ്വരൂപം ഭഗവാൻ സ്വീകരിക്കുകയാണ്. മനസ്സിലായി? അതില് 14 ലോകങ്ങളും ആ വിശ്വരൂപത്തിന്റെ പാദം മുതൽ തല വരെയാണ് 14 ലോകങ്ങളായിട്ട്. ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭി മുതല് ആണ് ഇത് കാണുന്നത്, ആ താമരയുടെ അറ്റം വരെ. ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ താമര ഉണ്ടല്ലോ, ആ താമര വളർന്നു നിൽക്കണില്ലേ, ആ താമര നാഭി മുതൽ വളർന്നു നിൽക്കണ ഇത്രയും ദൂരം ഉണ്ടല്ലോ, ഇത്രയും ദൂരമാണ് 14 ലോകങ്ങള്. ആ ഇത്രയും ദൂരമാണ് ആരായിട്ട് നിൽക്കുന്നത്? വിശ്വരൂപമായിട്ട് ഭഗവാൻ നിൽക്കുന്നത്. വിശ്വരൂപം മനസ്സിലായി? ഗർഭോദകശായി വിഷ്ണു ആണ് വിശ്വരൂപം ഉണ്ടാവണത്. കാരണോദകശായി വിഷ്ണുവിലൂടെ തന്നെയാണത് വിശ്വരൂപം ഉണ്ടായി കേട്ടോ. ആ വിശ്വരൂപത്തിലാണ് ഈ 14 ലോകങ്ങൾ. അതിൽ നമ്മൾ പറയേണ്ടത് ഭഗവാന്റെ കഴിയാറായി കേട്ടോ. ഭഗവാന്റെ വിശ്വരൂപത്തിലെ മുകളിലത്തേതും താഴത്തേതുമായി വിഭിന്ന അംഗങ്ങളുടെ പ്രദർശനങ്ങളാണ് പ്രപഞ്ചത്തിലെ സമ്പൂർണ്ണ ഗ്രഹസമൂഹങ്ങൾ. ഇനി നമ്മൾ കാണുന്ന 14 ലോകങ്ങളിലേക്ക് വന്നു. മറ്റേതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മുടെ ചെറുതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ചെറുത് എവിടെ നിൽക്കുന്നത്? ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് താമര വരെയുള്ള അറ്റാണ് നമ്മുടെ ഈ ലോകം. ഇതിലാണ് നമ്മൾ ഭഗവാന്റെ നാഭിയിലാണ് ഈ 14 ലോകം നിൽക്കുന്നത് അല്ലെ. അതില് ബ്രാഹ്മണരാണ് അദ്ദേഹത്തിന്റെ മുഖം എന്ന് പറയുന്നത്.
ഭഗവാന്റെ മുഖത്തിനെ പറയുന്ന ബ്രാഹ്മണർ. ബ്രാഹ്മണർ എന്ന് പറഞ്ഞ അർത്ഥം ജ്ഞാനമുള്ളവര്, ഈശ്വരനെ അറിയുന്നവർ എന്നർത്ഥം. ബ്രഹ്മജ്ഞാനാദിതി ബ്രാഹ്മണ, ഈശ്വരനെ അറിയുന്ന ഈശ്വര ഭക്തരായിട്ടുള്ള ആളുകളെ എന്ത് പറയുന്നു? ബ്രാഹ്മണർ എന്ന് പറയുന്നു. അല്ലാണ്ട് ജന്മന ഒരു ബ്രാഹ്മണർ എന്നുള്ള ഒരു അർത്ഥം ആരും വിചാരിക്കരുത്. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രരാണ്. ജന്മന ജായതേ ശൂദ്ര, ജന്മന എല്ലാവരും ശൂദ്രരാവുന്നു. പിന്നെ എങ്ങനെയാണ് രണ്ടാമത് എന്താണ് പറയണത്? ജന്മന ജായതേ ശൂദ്ര. പിന്നെ രണ്ടാമത് ദ്വിജനാവുണ്ടല്ലോ, അവര് ദ്വിജനാവുണ്ട്. രണ്ടാമത് ഉപനയനം കഴിയുമ്പോ ദ്വിജനാവണു. മൂന്നാമത് വേദ പഠനം ചെയ്യുമ്പോൾ വിപ്രനാവണു. നാലാമത് ഈശ്വരനെ മനസ്സിലാക്കുമ്പോൾ അവൻ ബ്രാഹ്മണനാവണം. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മാറ്റേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തിരിക്കുന്നവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നു. ക്ഷത്രിയരാണ് ഭഗവാന്റെ കൈകളാണ്, കൈകൾ സംരക്ഷണം അല്ലെ, ഭഗവാന്റെ കൈകൾ. വൈശ്യർ അദ്ദേഹത്തിന്റെ തുടാന്ന് കൊടുത്തു, ഉദരം എന്നും പറയാറുണ്ട്. വൈശ്യ അദ്ദേഹമാണ് ഉദരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന പാർട്ടികളാണ്. പശു, കൃഷി, ഇതൊക്കെ ആരാണ്? കച്ചവടം, ഇതൊക്കെ വൈശ്യരാണ്. അതാണ് ഭഗവാന്റെ ഉദരം എന്ന് പറയുന്നത്. ഇനി എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ആരാണ്? അല്ലെ, ശൂദ്രരാണ്. അവരാണ് ഭഗവാന്റെ പാദം. അപ്പൊ ഇതില് പാദം ഇല്ലാണ്ട് ഭഗവാൻ നടക്കാൻ പറ്റുമോ? ഉദരം ഇല്ലാണ്ട് നടക്കാൻ പറ്റുമോ? കൈകളില്ലാണ്ട് പറ്റുമോ? തലയില്ലാണ്ട് പറ്റുമോ? ഇപ്പൊ 4 പേര് ആവശ്യമാണല്ലോ ഒരു സമൂഹത്തിൽ. ഈ 4 പേരുടെ ആവശ്യമുണ്ട്. ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ് ഈ 4 പേര്. ഇനി അടുത്ത ലോകങ്ങളെ കുറിച്ച് പറയണ്ടേ. ഭൂമിയുടെ അടിത്തട്ട് വരെയുള്ള അധമഗ്രഹ സമൂഹങ്ങൾ അദ്ദേഹത്തിന്റെ പാദങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അധമഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? അദലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, 7 ലോകം. ഭൂമിയുടെ അടിയിലുള്ള ലോകങ്ങളാണിത്. അദലം, സുതലം, അദലം, വിതലം, സുതലം അല്ലെ, അദലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഈ 7 എണ്ണം ഭൂമിക്ക് അടിയിലുള്ള ലോകങ്ങളാണ്. ഇതെവിടെ സ്ഥിതി ചെയ്യുന്ന? ഭഗവാന്റെ പാദത്തിൽ, ഭഗവാന്റെ പാദം. ഭൂമിയും ഭൂവർലോകവും ഒക്കെ ഭഗവാന്റെ മധ്യത്തിൽ, നാഭിയില്. പിന്നെ ഇനി ശിരസിൽ വരണം അല്ലെ. ഭൂമിയുടെ അടിത്തട്ട് വരെയുള്ള അധമഗ്രഹ സമൂഹങ്ങൾ അദ്ദേഹത്തിന്റെ പാദങ്ങളിലാണ്. ഇനി ഭൂവർ ലോകങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന മധ്യഗ്രഹ സമൂഹങ്ങൾ അദ്ദേഹത്തിന്റെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്നു, ഭഗവാന്റെ നാഭിയിൽ. പിന്നെ അടുത്ത ശ്രേഷ്ഠമായ ഋഷിമാരൊക്കെയുള്ള ലോകമുണ്ട്, സത്യലോകം, തപോലോകം ഒക്കെ. അത്യന്തം സംസ്കാര സമ്പന്നരായിട്ടുള്ള മഹർഷിമാരും സന്യാസിമാരും വസിക്കുന്ന ഊർധ്വഗ്രഹ സമൂഹങ്ങൾ ഭഗവാന്റെ മാറിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന്റെ മാറിടത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് സന്യാസിമാരുടെ ലോകങ്ങൾ. തപോലോകം, മഹർലോകം, ജനലോകം, ഇതൊക്കെ. ഇനി ഒരെണ്ണം കൊണ്ടിട്ട് സത്യലോകം, അത് ബ്രഹ്മാവിന്റെ ശിരസിൽ, അതാണ് ബ്രഹ്മലോകം, സത്യലോകം. ഇപ്പൊ ജനലോകം, തപോലോകം എന്നീ വിശ്വരൂപത്തിന്റെ മാറിടത്തിന് മുൻഭാഗത്ത് നിന്നുള്ള കണ്ടം വരെയുള്ള ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സത്യലോകം വിശ്വരൂപത്തിന്റെ ശിരസിൽ സ്ഥിതി ചെയ്യുന്നത്. സത്യലോകം ഏതാണ്? ബ്രഹ്മലോകം. ബ്രഹ്മലോകത്തിൽ ഏറ്റവും അറ്റത്ത് ഈ താമര നാഭിയിൽ നിന്ന് ഏറ്റവും താമര വന്നു. ആ താമരയിൽ ആരുള്ളത്? ബ്രഹ്മലോകം, ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മലോകത്തിൽ ഏറ്റവും അറ്റത്ത്. അപ്പൊ വിശ്വരൂപത്തിന്റെ ഏറ്റവും മുഖഭാഗം, തലഭാഗം എവിടെയാ? ഈ അറ്റം അല്ലെ, താമരയുടെ അവിടെ എന്താണുള്ളത്? ബ്രഹ്മലോകം. നമുക്ക് ഭാവന ചെയ്യാൻ പറ്റില്ലേ? കറക്റ്റ്. അപ്പൊ നമ്മുടെ ഭൗതിക പ്രപഞ്ചം എവിടെ നിൽക്കണത്? ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിലാണ്. നാഭിയിലെ നീളത്തിൽ ആ താമരയിലാണ് നിൽക്കുന്നത്. ആ താമര മൊത്തമാണ് എന്ത്? വിശ്വരൂപം അല്ലെ. വിശ്വരൂപമായിട്ട് ഭഗവാൻ സ്വയം വിസ്തരിച്ചിരിക്കുന്നത്. ആ വിശ്വരൂപത്തിലാണ് ഈ 14 ലോകം. ഇവിടെ കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ ഇനി കുറച്ചുകൂടെ വ്യക്തമായി പറയണ്ട. അദലം എന്ന് പറഞ്ഞ വിശ്വരൂപത്തിന്റെ ജഗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഭിക്ക് താഴെയുള്ള ഭാഗമാണ്. ഇനി വിതലം എന്ന് പറഞ്ഞ ഭഗവാന്റെ ഊര് പറഞ്ഞ തൊടയിലാണ്. സുതലം എന്ന് പറഞ്ഞ ഭഗവാന്റെ കാൽമുട്ടിലാണ് ഇരിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റില്ലേ പറയുമ്പോ അല്ലെ? സുതലം ഈ ലോകങ്ങളാണ്. നമ്മൾ അദലം, വിതലം, സുതലം പറഞ്ഞല്ലോ. ഈ 7 ലോകങ്ങൾ താഴെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ 7 ലോകത്തിൽ അദലം പറഞ്ഞ നാഭിക്ക് താഴെയും, വിതലം എന്ന് പറഞ്ഞ ഭഗവാന്റെ തുടകള്, സുതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ടില്, തലാതലം കണങ്കാല്, ഭഗവാന്റെ കണങ്കാല് പറഞ്ഞ അറിയില്ലേ? കണങ്കാല് നമുക്കറിയില്ലേ? പാദസരോടന ഭാഗം. ഇനി പിന്നെ അടുത്ത മഹാതലം പറഞ്ഞ കണങ്കാലിന്റെ സന്ധികളിലാണ് ഈ മഹാതലം. രസാതലം പാദത്തിന്റെ മുകൾ ഭാഗം. ഭഗവാന്റെ പാദം എങ്ങനെ? അതിന്റെ മുകൾ ഭാഗം. പാതാളം പറഞ്ഞ ഭഗവാന്റെ പാദത്തിന്റെ അടിഭാഗം. ഇങ്ങനെയാണ് 7 ലോകങ്ങള്. ഭഗവാന്റെ അരക്കെട്ട് മുതൽ പാദം വരെയാണ് ഈ 7 താഴെ കിടക്കുന്ന ലോകങ്ങൾ. 7 മുകളിലുള്ള ലോകങ്ങള് ഭൂലോകം, ഭൂർലോകം, സ്വർഗലോകം, പിന്നെന്താണ് തപോലോകം, ജനലോകം, പിന്നെ മഹർലോകം, പിന്നെ സത്യലോകം. ഈ 7 എണ്ണം ഭഗവാന്റെ അരക്കെട്ടിന് മുകളിൽ ശിരസ്. പിടികിട്ടിയ 7 മുകളിലും 7 എണ്ണം അടിയിലും. ഭൂമി, നമ്മളെ ഭൂമിയിലാണ്. നമ്മളിവിടെ മധ്യത്തിൽ നാഭിയിലാണ് നമ്മളിരിക്കുന്നത്. താഴെ വരുന്നത് മറ്റേ ലോകങ്ങളാണ്. അതെല്ലാം വിതലം, രാക്ഷസ ലോകങ്ങൾ, അസുര ലോകങ്ങളൊക്കെ താഴോട്ട് വരുന്നത്. ഈ പാതാള ലോകത്താണ് ആരും ഇരിക്കണം അറിയോ? അനന്തൻ. ഏറ്റവും അടിയിൽ ഈ അനന്തൻ. പാതാള ലോകം പറഞ്ഞാൽ നാഭി, ഭഗവാന്റെ നാഭിയുടെ തൊട്ടടുത്ത് അല്ലേ? താഴെ വരണത് ഈ വിശ്വരൂപത്തിന്റെ നാഭിയെ നമ്മളിപ്പോ പറഞ്ഞു. ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിലാണല്ലോ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഈ വേര് തുടങ്ങുന്നത്.
ആ അറ്റാണല്ലോ പാതാള ലോകം. ആ പാതാള ലോകത്ത് അത് ഭഗവാന്റെ നാഭിയിലാണ് ആര് കിടക്കുന്നത്? പാതാള ലോകത്ത് അനന്തൻ. ഈ 14 ലോകത്തിന് കയറ്റിട്ട് അല്ലേ, അനന്തനാണ് സംഘർഷം അല്ലേ. ഈ ലോകത്തെ മുഴുവൻ, പ്രപഞ്ചത്തെ മുഴുവനും തലയിൽ വെച്ചിരിക്കുന്ന ആരാണ്? അനന്തനാണ് കേട്ടോ. അപ്പൊ പാതാള ലോകത്തിലാണ് അനന്തന്റെ വാസം. അനന്തന്റെ ലോകത്തിനെ കുറിച്ച് വർണ്ണിക്കുന്ന, അനന്തനെ കുറിച്ച് വർണ്ണിക്കുന്ന നല്ല രസമാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും കഴിഞ്ഞു, നമ്മുടെ സമയം കഴിഞ്ഞോ? കറക്റ്റ് നമ്മുടെ ചാപ്റ്ററും കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലായി? മൊത്തം എന്താ മനസ്സിലായി? സർവ്വകാരണം ആരാണ്? കൃഷ്ണൻ. ആരാ ഭഗവാൻ? മഹാവിഷ്ണുവിന്റെ ഉറവിടം ആരാണ്? കൃഷ്ണ അല്ലേ. മഹാവിഷ്ണു എവിടുന്നാ വന്ന്? സംഘർഷണ എവിടുന്നാ വന്ന്? ബലറാം എവിടുന്നാ വന്ന്? കൃഷ്ണ അല്ലേ. ദേവന്മാരൊക്കെ പിന്നെ ഏറ്റവും താഴത്തായുള്ള ആൾക്കാരാ അല്ലേ. അപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈശ്വരൻ ആരാണ്? സർവ്വകാരണങ്ങളുടെയും കാരണമാണ് ഈ ചാപ്റ്റർ. സർവ്വകാരണങ്ങളുടെയും കാരണം ആരാണ്? കൃഷ്ണ. അതല്ലേ ഇപ്പൊ പറഞ്ഞു വന്നത്, കൃഷ്ണ. ആ പേര് തന്നെ യൂസ് ചെയ്യണം. കാരണം സുപ്രീം അതോറിറ്റിയുടെ പേര് എന്താണ്? കൃഷ്ണ. അദ്ദേഹത്തിന് അനന്തകോടി പേരുകളുണ്ട്, അച്യുതൻ, കേശവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഏറ്റവും സുപ്രീം, ഓൾ അട്രാക്റ്റീവ്, എല്ലാവരെയും ആകർഷിക്കുന്നവനാണ് ഈശ്വരൻ അല്ലേ. ഈശ്വരൻ എല്ലാവരെയും ആകർഷിക്കും. അപ്പൊ ആ ഒരു അർത്ഥം വരുന്നത് കൃഷ്ണ എന്നുള്ള നാമത്തിനാണ്. അതുകൊണ്ട് ഈശ്വരന് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് പേര് ഏതാ? കൃഷ്ണ അല്ലെ. അപ്പൊ കൃഷ്ണനാണ് സുപ്രീം അതോറിറ്റി, പരമ ദിവ്യോത്തമ പുരുഷൻ. ഇവിടെ കിട്ടിയില്ലേ? എന്റെ അച്യുതാന്ന് വിളിക്കില്ല, എന്റെ കേശവാന്ന് വിളിക്കാനുള്ള സത്യമാണ് കേട്ടോ പ്രഭു. എന്റെ കൃഷ്ണ തന്നെ വിളിക്കാറ് എല്ലാവരും, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാര്. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, എല്ലാവരുടെ വായിലത് കേൾക്കാൻ പറ്റും. ഭയങ്കര ഭക്തരാ തൃശ്ശൂരുകാര്, സത്യം. കാരണം വെച്ചാൽ പൂർണ്ണ പരിശുദ്ധി ഉണ്ടോന്നല്ല ഞാൻ പറയുന്നത്, പൊതുവേ കൃഷ്ണഭക്തരല്ല അവര്. കൃഷ്ണനെ വടക്കുന്നതിനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. അവര് വായിൽ എപ്പോഴും ഉണ്ടത് കൃഷ്ണ, എന്റെ കൃഷ്ണ എന്നല്ലേ. എന്നാ പ്രഭു പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോഴും ആലോചിച്ചത്, എന്റെ അച്യുത എന്നാ എവിടെ വിളിക്കാറില്ല, എന്റെ കേശവ, എന്റെ മാധവ എന്ന് വിളിക്കാറില്ല അല്ലെ, എന്റെ കൃഷ്ണ എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ കൃഷ്ണനല്ല സുപ്രീം. നമ്മള് ഇത് പഠിച്ച് ഈ ചാപ്റ്ററിന് അതാ പഠിച്ചത്. സർവ്വകാരണങ്ങളുടെയും കാരണം എന്താണ്? കൃഷ്ണ അല്ലെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ
രാമ രാമ ഹരേ ഹരേ. നിർത്താൻ തോന്നുന്നില്ല അല്ലേ? അതാണ് ഭഗവാന്റെ കീർത്തനം ചെല്ലുമ്പോൾ ആർക്കും നിർത്താൻ തോന്നുന്നില്ല. അതത്ര സ്വീറ്റാണ്. അതാണല്ലേ വളരെ സ്വീറ്റ്. ഹരേ കൃഷ്ണ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ തന്നെ മധുരം അല്ലേ? എവിടെ തൊട്ടാലും മധുരം. ഇത്രയും എന്താ പറയാ, ക്രിമിനലെ പോലെയുള്ള സ്നേഹിക്കുന്ന ഭഗവാൻ വേറെ എവിടെയും നമുക്കല്ലേ. അവരോട് ഒരു പുഞ്ചിരി അല്ലേ? എന്ത് തെറ്റിയതായാലും അവരോട് പൊറുക്കാനുള്ള ഒരു ശക്തി, അത് കരിമ, അതാണ് അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെയാണ്. നമ്മൾ അത്ര സ്വീറ്റ് ആണ്. കൃഷ്ണ ഭക്തർ എങ്ങനെയായിരിക്കണം? ആരെ കണ്ടാലും സ്നേഹിക്കണം. എന്ത് തെറ്റിയാലും അവർ പൊറുക്കുക, അവരോട് സ്നേഹിക്കുക അല്ലെ? വീണ്ടും നമസ്കരിക്കുക. ഈ ഒരു ഭാവം വരുമ്പോഴേ നമുക്ക് കൃഷ്ണന്റെ സ്വീറ്റ്നെസ് നമുക്ക് കയറുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ചിരിച്ചോണ്ട് അല്ലേ, പാറി പറന്നുകൊണ്ട് നടക്കും. ഈ അവസ്ഥയാണ് ഒറിജിനൽ ഭക്തി. അത് വരാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ ഒരു 5 മിനിറ്റ് നമുക്ക് വന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പോകും അല്ലെ? വീണ്ടും നെഗറ്റീവ് കയറും. അതൊക്കെ വരണം, അത് വരണം. ഒപ്പം നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് സൂക്ഷിക്കുകയും വേണം അല്ലേ? നമ്മൾ പ്രചരണത്തിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ? ശരി തെറ്റുകളൊക്കെ മാറ്റി പറയും. പക്ഷെ പരിശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ? ഭയങ്കര മധുരം. അതിൽ തെറ്റ് ശരി, ആണ് പെണ്ണ്, എന്താ പറയാ, ലാഭം നഷ്ടം, ജയം പരാജയം അല്ലെ? പുണ്യം പാപം, ലാഭം, പിന്നെന്തൊക്കെയാ പറയാ, ദുഃഖം സന്തോഷം, ഈ വക സംഭവങ്ങളൊന്നും ഇല്ല ഭക്തിയില്. ഈ ദ്വന്ദ്ങ്ങളില്ല. ദ്വന്ദ്ങ്ങളിലാണ് ശരി തെറ്റൊക്കെ. നീ ശരി, നീ തെറ്റ് അല്ലെ? നീ ആണ്, നീ പെണ്ണ്, നീ കറുപ്പ് വെളുപ്പ്, നീ ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത്, പിന്നെന്താ അല്ലെ? ജാതി വർഗം മതഭേദങ്ങള്, ഇതൊക്കെ ഭൗതിക ലോകത്തിന്റെ നെഗറ്റീവ് ക്യാരക്ടർ. ഇതുള്ളിടത്തോളം കാലം നമുക്ക് ഭക്തി കിട്ടൂല അല്ലെ? പരിശുദ്ധ ഭാവം വേണമെങ്കിൽ ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന്, ത്രിഗുണങ്ങളിൽ നിന്ന് അല്ലെ? സത്വം രജസ് തമസ് ഇതിനെ ഭേദിക്കണം. പിന്നെ ദ്വന്ദ്ങ്ങള്, ശരി തെറ്റ്, പാപം പുണ്യം, ജയം പരാജയം, ലാഭം നഷ്ടം, ഇതൊന്നും മുകളിലേക്ക് വരണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മധുരം. നമുക്ക് പിന്നെ അവിടെ കുറ്റങ്ങളൊന്നും കാണില്ല. എന്താണ്? ഓൺലി കൃഷ്ണമയം അല്ലെ? എന്ത് കണ്ടാലും അത് കൃഷ്ണന്റെ അംശം, കൃഷ്ണമയം. ആ രീതിയിൽ കണ്ട് പ്രേമിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് ഒറിജിനൽ സന്തോഷം വരും ഇല്ലേ? നമ്മൾ സന്തോഷം എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അന്വേഷിക്കണം. പക്ഷെ ബ്ലോക്ക് ചെയ്യും നമ്മളെ ഈ സന്തോഷം. നമ്മുടെ നെഗറ്റീവ് ക്യാരക്ടർ പുറത്ത് വരുമ്പോൾ നമുക്ക് അപ്പൊ ബ്ലോക്ക് ആവും സന്തോഷം. നമുക്ക് ഈ ലാഭം നഷ്ടം, ജയം പരാജയത്തിലേക്കൊക്കെ നമ്മുടെ മനസ്സ് വരുമ്പോ അപ്പൊ നമുക്ക് സന്തോഷം ബ്ലോക്ക് ആവും. അല്ല, തെറ്റെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. ആ ലെവൽ, അതാണ് ഭഗവാൻ പറയുന്ന സത്യം. പറയണ്ട സത്യം. പക്ഷെ ആ ഒരു ഭക്തിയുടെ ഭാവത്തില് ഒരു വ്യക്തി വരണം. അർജുന്റെ നിലവാരത്തിൽ എത്തേണ്ട ഒരാള് ആ നിലവാരത്തിലെത്തിയ കറക്റ്റ് അദ്ദേഹത്തെ ഫോളോ ചെയ്യും. അതുവരെ ഈ തമോ ഗുണത്തിലും രജോ ഗുണത്തിലും കിടന്ന് നമ്മുടെ ഈ ലോകത്തിലെ ജനങ്ങൾ ഇങ്ങനെ പോകണം. അപ്പൊ അവരെ പടിപടിയായിട്ട് ഉയർത്താൻ വേദങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള പൂജാവിധികൾ പറഞ്ഞിട്ടുണ്ട്. അത് പരിശുദ്ധ ഉയർന്ന ലെവൽ പൂജ അല്ല, അത് പരിശുദ്ധ പൂജ അല്ല. അത് പരിശുദ്ധ പൂജ ഓൺലി കൃഷ്ണ തന്നെയാണ്. പക്ഷെ ഒറ്റയടിക്ക് നമ്മൾ തന്നെ എത്ര വർഷം കഴിഞ്ഞ് ഇവിടെ വരാൻ? എനിക്കിപ്പോ 44 വയസ്സായി. ഞാൻ 24 വയസ്സിലാണ് ഇസ്കോണിൽ വന്നത്. ഹരേ കൃഷ്ണ ബുക്ക് വായിച്ച് 24 വയസ്സിൽ. ഇസ്കോണിൽ ആധികാരിക വന്ന് 29 വയസ്സിലാണ്. ഇതുവരെ ഞാൻ വേറെ പലതിലായിരുന്നു. കാരണം എൻ്റെ മനസ്സ് വില്ലിങ് ആയിട്ടില്ല ഇസ്കോണിൽ എത്താൻ. ഇസ്കോൺ ഇവിടെ ഇല്ലാണ്ടോ, ഹരേ കൃഷ്ണ ഇവിടെ ഇല്ലാണ്ടോ, കൃഷ്ണന്റെ അമ്പലം ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മുടെ ആത്മാവ് അതിനൊരു ക്വാളിറ്റിയിലേക്ക് എത്തണം. നമ്മള് യോഗ്യത വരുമ്പോഴേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇത്ര വർഷം എടുത്തു. അരയൻ പ്രഭു 36 വയസ്സായി. പക്ഷെ ചില കുട്ടികൾ ജന്മനാ വരുന്നു, ചിലവർ 40 വരുന്നു അല്ലെ? അങ്ങനെ ഓരോ ഏജിലാണ് നമ്മൾ വരാൻ പറ്റും. കാരണം ഓരോ ഏജിലും നമുക്ക് സാക്ഷാത്കാരം വരുന്നത്, ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളുടെ മനസ്സ് ആ പക്വതയിൽ എത്തുമ്പോഴേ നമുക്ക് കൃഷ്ണഭക്തി ആർജിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഈ ആത്മാക്കൾ എന്ത് ചെയ്യും? ഈ ആത്മാക്കളെ വേദങ്ങൾ എന്ത് വെച്ചാൽ അവരുടെ ഗുണത്തിനനുസരിച്ച് പല ദേവത ആരാധനകളും. ഈ മത്സ്യമാംസം കഴിക്കുന്ന ഒരു തമോ ഗുണത്തിലാണ്. ആ തമോ ഗുണത്തിലുള്ള ആരാധനയ്ക്ക് വേണ്ടി അവരിനെ ഭഗവാൻ ഉയർത്താൻ വേണ്ടി ദുർഗാദേവിയെ പ്രാർത്ഥിക്കാൻ പറയണം അവരോട്. കൊടുങ്ങല്ലൂർ അമ്മയൊക്കെ അങ്ങനെയാണ്. അതുപോലെ കുറെ മൂർത്തികളുണ്ട് താഴെ വരുന്നത്. മത്സ്യമാംസങ്ങള്, കോഴി, ആടൊക്കെ അറുത്ത് അവർക്ക് കൊടുത്തിട്ട് അവർക്ക് നിവേദിച്ച് കഴിക്കാനായിട്ടാണ് അവരോട് ആജ്ഞാപിച്ചിരിക്കുന്നത്. എന്തിനാണ്? അവർ തമോ ഗുണത്തിലാണ്. അവർക്ക് വൃത്തികെട്ട സംസ്കാരമാണ്. അവരെ കുറ്റം, അതും ഭഗവാന്റെ അംശമല്ലേ? വൃത്തികെട്ട സംസ്കാരമാണെങ്കിൽ നമ്മുടെ മകൻ, നമുക്കൊരു 10 മക്കളുണ്ട്, ഒരു മകൻ വളരെ താന്തോന്നിയാണെങ്കിലും അച്ഛൻ എങ്ങനെ അവനെ രക്ഷപ്പെടുത്താം? അതെല്ലാം ആലോചിക്കുക. സത്വഗുണത്തിലുള്ള മക്കൾ നമുക്കുണ്ട്, പക്ഷെ ഒരു മകൻ വഴി തെറ്റിയിട്ടാ പോണത്. പക്ഷെ അച്ഛന്റെ ചിന്ത എപ്പോഴും ഈ മകനെ എങ്ങനെ വളഞ്ഞ വഴിക്ക് പിടിക്കാം. നേരിട്ട് ഞാൻ പറഞ്ഞ കേൾക്കില്ലെങ്കിൽ അവനെ വേറെ തരത്തിൽ കൊണ്ടുവന്ന് കൂട്ടുകാർ വഴി ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും. അതേപോലെ കൃഷ്ണ ഭഗവാൻ ഈ തമോ ഗുണത്തിലുള്ള തന്റെ ജീവസത്തുക്കളെ നേരിട്ട് കൊണ്ടുവരാൻ പറ്റണില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ അവരുടെ ഇഷ്ടാനുസരണം ചെറിയ കൺട്രോളിലൂടെ വേറെ ദേവന്മാർ വഴി കൊണ്ടുവരാണ്. അതിനാണ് ദുർഗാദേവീനെ നിർത്തിയത്. ദുർഗ മീൻസ്
മറ്റേ തമോ ഗുണത്തിലുള്ള കാളി ഭദ്രകാളി, ദുർഗാദേവിയല്ല, ദുർഗാദേവി സത്വഗുണം സ്വീകരിക്കുള്ളൂ. ഭദ്രകാളി രൂപത്തിലുള്ള പാർവതി മാതാവുണ്ട്. ഭദ്രകാളി രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധമ രൂപത്തിലാണ്. ഭദ്രകാളി രൂപത്തിലാണ് ഇത് സ്വീകരിക്കുള്ളൂ ദേവി. പാർവതി രൂപത്തിൽ ഒരിക്കലും മാംസം സ്വീകരിക്കില്ല. ആ മാതാവ് തന്നെ ഭദ്രകാളി രൂപത്തിൽ വരുമ്പോൾ മാംസം സ്വീകരിച്ച് അവരെ ക്രമേണ ഉയർത്തുക. അവരെങ്ങനെ കാളിക്ക് നിവേദിച്ച് കാളി അതിലൊരു അനുഗ്രഹം ചൊരിയും. ആ പ്രസാദത്തിൽ ആ കള്ളൊക്കെ നിവേദിക്കുന്നില്ലേ, കള്ള് തവിടൊക്കെ നിവേദിക്കട്ടില്ല ഇവിടെ സാധാരണ ആൾക്കാർ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പടിപടിയായിട്ട് ഉയരാനാണ്. ആ നിവേദിക്കുമ്പോൾ അവരിൽ നിന്നൊരു ബ്ലസ്സിങ് വരും. ആ ബ്ലസ്സിങ്ങിന്റെ ഫലമായിട്ട് ഇവർ ക്രമേണ മാറാൻ തുടങ്ങും. ഇവരൊരു 10-20 വർഷം കഴിയുമ്പോഴായിരിക്കും ഇത് ചെയ്ത് സിൻസിയറായി ഈ ആത്മാക്കൾ പതുക്കെ ശിവഭക്തിയിലേക്കും ഗണപതി ഭക്തിയിലേക്കൊക്കെ വന്നു തുടങ്ങും, സരസ്വതി മാതാവിലേക്ക്. അതൊക്കെ സത്വഗുണത്തിലുള്ളവരാണ്, അവർക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ ക്രമേണ അവിടെ നിന്ന് ഇവർ മാറി കൃഷ്ണഭക്തിയിലേക്ക്. നമ്മളൊക്കെ അങ്ങനെ, ഞാൻ ശിവഭക്തിയായിരുന്നു, എങ്ങനെ ഇങ്ങോട്ട് മാറി. ആദ്യം എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആടിനെ വെട്ടി നിവേദിക്കുന്ന ഒരു ദൈവപ്പര ഉണ്ടായിരുന്നു. അവിടെ വർഷത്തിലൊരിക്കൽ ഈ 44 കുടുംബങ്ങളും ആടിനെ വെട്ടിയിട്ട് നിവേദിക്കും അവിടെ. എന്നിട്ട് അത് വെച്ച് എല്ലാവരും കൂടെ ചോറ് കഴിക്കും. ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഞാൻ 4-5 പഠിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ വലുതായോട് കൂടി എനിക്ക് സരസ്വതി ദേവിനോടായി, എനിക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സരസ്വതിയോട് ഓട്ടോമാറ്റിക്കലി ഇഷ്ടം തുടങ്ങി. അവിടെ ദൈവപ്പരയിൽ ഈ പരിപാടി എന്നും നടക്കണമെങ്കിൽ എനിക്ക് അതിനോട് ഇഷ്ടമില്ലാണ്ടായി. സരസ്വതി ദേവിന് ഇഷ്ടം, ഒരു ആത്മാവിന്റെ വളർച്ചയാണത്. പിന്നെ വലുതായി ഒരു യങ്ങൊക്കെ ആയി തുടങ്ങിയപ്പോൾ എനിക്ക് ശിവപാർവതിമാരോടായി കമ്പം. നമ്മുടെ ആഗ്രഹം അനുസരിച്ചാണ്. വിദ്യ ആഗ്രഹം വന്നപ്പോൾ സരസ്വതിയുടെ ആഗ്രഹം വന്നു. വലുതായി തുടങ്ങിയപ്പോൾ നല്ല ഭർത്താവിനെ കുറിച്ചായിരുന്നു ചിന്ത വന്നത്. അപ്പൊ ശിവപാർവതിമാരോട് അട്രാക്ട് ആയി. ഈ നല്ല ഭർത്താവിനെയും ഭാര്യയും കിട്ടുക ശിവപാർവതിമാരുടെ ഭക്തിയിലാണ്. വിദ്യ കിട്ടേണ്ട വിദ്യാദേവി സരസ്വതി ദേവിയിലാണ്. അപ്പൊ അതൊന്നും മീതെ ഒരു 10-24 വയസ്സായി തുടങ്ങിയപ്പോൾ ഇതിലൊന്നും ഒരു അർത്ഥമില്ലാതെ നമുക്ക് തന്നെ നമ്മുടെ ആത്മാവ് മാറും. പല പഠനത്തിലൂടെയും പല അനുഭവങ്ങളിലൂടെയും ആത്മാവിന്റെ ശരീരയിലേക്ക് പോകും. അങ്ങനെ വന്ന് ശിവപാർവതിമാരെ 1000 തവണയൊക്കെ നമശിവായ ചൊല്ലുമായിരുന്നു. ആ ചൊല്ലിയ ശിവനും പാർവതിനും കണ്ണിലിങ്ങനെ കണ്ണടച്ച കാണും. അത്രയ്ക്കും ഭക്തി ഉണ്ടായിരുന്നു അവരില്. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കുടുംബജീവിതം, നല്ല ജോലി, അങ്ങനെയുള്ള ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ഭൗതിക ആഗ്രഹങ്ങൾ കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ അറിയാണ്ട് ഇസ്കോൺ ഭക്തരെ കണ്ടുമുട്ടി തുടങ്ങി. ഭൗതിക ആഗ്രഹങ്ങൾ നമുക്ക് ശുദ്ധി വരുമ്പോഴാണ് നമ്മൾ ഭക്തരെ കാണുന്നത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തവരായിക്കോട്ടെ, ക്രമേണ നമ്മുടെ ആത്മാവ് ശുദ്ധി ആഗ്രഹിക്കാൻ തുടങ്ങും. ശരീരം കൊണ്ട് എന്തോ ആയിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് ഒരു മാറ്റം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ ആത്മാവ് ഹൃദയത്തിൽ നമ്മൾ പിടയ്ക്കാൻ തുടങ്ങുന്നുണ്ട്, ഒരു നന്മയിലേക്ക് ആഗ്രഹിച്ചു തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ മടുക്കാൻ തുടങ്ങും. പിന്നെ ആഗ്രഹിച്ച അതേ നമുക്ക് തന്നെ ആഗ്രഹങ്ങളോടും ഇഷ്ടമില്ലാണ്ടാവും. പിന്നെ നമ്മൾ മാറിയില്ല. അപ്പൊ ശിവൻ തന്നെ നമ്മളെ അനുഗ്രഹിച്ചിട്ട് ഭഗവത്ഗീത കയ്യിൽ തന്ന് നിഷ്കാമ കർമ്മയോഗത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്ന് അങ്ങനെ ഈ പടിപടിയായിട്ട് ദത്തജീവാത്മാക്കൾ ഉയരുള്ളൂ പ്രഭു. അതുകൊണ്ടാണ് ഇത്രയും പൂജകളും വൈദിക വിധികളും ഇവിടെ വെച്ച്. അതൊന്നും തെറ്റല്ല. കാരണം 1ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ 2ാം ക്ലാസ്സിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഡയറക്റ്റ് തുളസിക്കുട്ടിക്ക് ഡയറക്റ്റ് കൃഷ്ണാഭവത്തിൽ എത്തി നമ്മൾ പറയാം. പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ കുട്ടിയുടെ കഴിഞ്ഞ ജന്മത്തിൽ ഈ എല്ലാ ആരാധനകളും കഴിഞ്ഞു വെച്ചിട്ടായിരിക്കും ലാസ്റ്റ് ജന്മം മരിക്കുമ്പോൾ കൃഷ്ണനെ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഡയറക്റ്റ് കൃഷ്ണഭക്തി കിട്ടി. ജന്മന അവൾ ഇവിടെ ജനിച്ചത്. അപ്പൊ കൃഷ്ണനെ മാത്രമേ അറിയുള്ളൂ. അതിന്റെ കാരണം എന്താ? കഴിഞ്ഞ ജന്മം അത് കംപ്ലീറ്റ് ആയി. നമ്മൾക്ക് പക്ഷെ നമ്മൾ വന്നത് 28 വയസ്സിൽ. അപ്പൊ നമുക്ക് എന്താ 28 വയസ്സ് വരെയും കൂടെ തീരാറുണ്ടായിരുന്നു നമ്മുടെ ഭൗതിക കർമ്മങ്ങൾ. ആത്മീയ കർമ്മത്തിലേക്ക് ഒരു കൃഷ്ണഭക്തി പറഞ്ഞാൽ ആത്മീയ കർമ്മം സ്റ്റാർട്ട് ചെയ്തു എന്നർത്ഥം. ആത്മീയ കർമ്മം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഭൗതികമായ കർമ്മങ്ങൾ കുറെ നമ്മുടെ പോയി കിട്ടണം. അത് പോകാനായിട്ട് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, പല ദേഷ്യങ്ങളുണ്ടാവും, പല സ്വഭാവങ്ങളുണ്ടാവും. ഈ സ്വഭാവത്തിനനുസരിച്ച് പല ദേവീദേവന്മാരിലും നമ്മൾ അട്രാക്റ്റഡ് ആയിരിക്കും. ആ അട്രാക്ഷൻ കുറയണമെങ്കിൽ അത് ക്രമേണ നടക്കുള്ളൂ. ഒറ്റയടിക്ക് ആരും നടക്കില്ല. അത്രയും പുണ്യം ചെയ്ത ആത്മാക്കൾക്ക് ഒറ്റയടിക്കൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. വളരെ സുഹൃതം ചെയ്യാ, അത് മുന്നുള്ള ജന്മം സുഹൃതം ചെയ്തുണ്ടാവണം. അതും എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കർമ്മ പല ജന്മങ്ങൾ തീർന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അത് നമുക്ക് ആരും കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയില്ല. കാരണം നമ്മളിപ്പോൾ കൃഷ്ണഭക്തരാണ് പറഞ്ഞിട്ട് കൃഷ്ണഭക്തരല്ലാത്ത തമോഗുണത്തിലുള്ളവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ജന്മം തമോഗുണത്തിൽ നടന്നിട്ടുണ്ട്. അദ്വൈതവാദികളെ പോലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ എത്ര ജന്മങ്ങളെ അങ്ങനെ നടന്നിട്ട് ഈശ്വരന്റെ രൂപമില്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. എല്ലാത്തിന്റെ അവസാനം ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനാവാൻമാം പ്രപദ്യതേ വാസുദേവ സർവമിതിം സമഹാത്മാ സുദുർലഭ. ഒരുപാട് ജന്മങ്ങളുടെ അവസാനം അല്ലേ ഒരു ജ്ഞാനം ലഭിച്ച ആത്മാവിന് മനസ്സിലായി വാസുദേവനാണ് സർവ്വതെന്ന്. അപ്പോഴാണ് അദ്ദേഹം സറണ്ടർ ചെയ്യുള്ളൂ. അപ്പോഴേ ഭഗവത്ഗീത പറഞ്ഞ കേൾക്കുള്ളൂ പ്രഭു. ഗീതയിൽ എഴുതി വെച്ചോണ്ട് കേൾക്കണ്ട ഒരാള്. കേൾക്കണമെങ്കിൽ നമുക്ക് ആ ആത്മാവിന് ആ പ്യൂരിഫിക്കേഷൻ ഉണ്ടാവണം. അതിന് നമ്മൾ സമയം കൊടുക്കണം. എല്ലാവരും നമ്മളെ പോലെ ഒറ്റയടിക്ക് വന്നോളണമെന്നൊന്നുമില്ല.
നമ്മൾ പ്രസാദം കൊടുക്കുക, എല്ലാവർക്കും സത്സംഗത്തിന് വിളിക്കുക, നാമജപം പറഞ്ഞു കൊടുക്കുക. പലരും പലതും ചെയ്യണവരായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാല കൂടെ ജപിച്ചോളൂ, നല്ലതാണ് പറയുക. ഈ സുപ്രീം രഹസ്യം എന്ന് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. കാരണം അവര് ദേവി ഭക്തിയിലൊക്കെ അങ്ങനെ അറിഞ്ഞു നിൽക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് പോയി പറഞ്ഞാൽ അവർക്ക് വിഷമാവും. നമ്മൾ അവരെ ഹേർട്ട് ചെയ്യാതെ എന്ത് പറയണം, അതിൻ്റെ കൂടെ നിങ്ങൾ നാമം കൂടെ ജപിച്ചോളൂ, കലിയുഗത്തിൽ ജപിക്കുന്നത് നല്ലതാണ് പറയാം. അപ്പം അവർ ജപിച്ചോട്ടെ, ഒരു 5 മിനിറ്റ് ജപിച്ചോട്ടെ, അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ. പിന്നെ പ്രസാദമൊക്കെ ഇടയ്ക്ക് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ വെച്ചത് നല്ല നിവേദ്യമാണ്, കൃഷ്ണൻ്റെ നിവേദിച്ചാണ് അവർ കൊടുക്കുക, അത് കഴിക്കും. പ്രസാദം കഴിക്കും, നാമം ഇടയ്ക്ക് ജപിക്കുന്ന കാരണം ഇവരുടെ ഉള്ളിൽ നിന്ന് മാറാൻ തുടങ്ങും. ഉള്ളിൽ പരമാത്മാവായിട്ട് കൃഷ്ണൻ ഉണ്ടല്ലോ. ഇവർ ജപിച്ചു തുടങ്ങുമ്പോൾ ഒരു മാല ജപിച്ചാലും പതുക്കെ പതുക്കെ ഭഗവാൻ അവർക്ക് നേർവഴി നയിച്ചു തുടങ്ങും. സത്സംഗങ്ങളിൽ കൂടുതൽ കൂടുതൽ അടുപ്പിക്കാൻ തുടങ്ങും. കൂടുതൽ കൂടുതൽ സത്സംഗങ്ങളിൽ അടുപ്പിക്കണമെങ്കിൽ ഭഗവാൻ അവരെ ശ്രദ്ധിച്ചു തുടങ്ങി എന്നർത്ഥം. ശ്രദ്ധിച്ചു തുടങ്ങി. അല്ലാണ്ട് പറ്റില്ല മാതാജി, അല്ലെങ്കിൽ നമ്മുടെ വഴി തെറ്റിപ്പോവും മനസ്സ്. ലോകം അങ്ങനെയാണ്, മായ കൊണ്ടുള്ള ലോകമാണ്, പലതിലേക്കും അട്രാക്റ്റഡ് ആവും. ഈ പലതും ഉണ്ടായിട്ടും നമ്മൾ സത്സംഗങ്ങളിൽ ഞായറാഴ്ച മുടങ്ങാതെ വരുന്നുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ, എന്താണ് അതിന്റെ കാരണം? ഭഗവാൻ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് അല്ലേ? ഭഗവാൻ ലൈവാണ്. ഹരേ കൃഷ്ണ, മനസ്സിലാവണ്ടോ? നിങ്ങൾക്ക് കറക്റ്റ് ആയില്ലേ കാര്യം? എന്തുകൊണ്ടാണ് 33 കോടി ദേവീദേവന്മാരുള്ളത്? എന്തുകൊണ്ടാണ് വേദങ്ങൾ ഇത് സമ്മതിച്ചിരിക്കുന്നത്? പക്ഷെ അർജുനോട് ഭഗവാൻ എന്താ പറഞ്ഞത്? ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യ സത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. അല്ലയോ അർജുന, ത്രൈഗുണ്യ വിഷയ വേദ, ഈ വേദങ്ങൾ ത്രിഗുണങ്ങളുടെ വിഷയങ്ങളാണെന്ന്. ഈ ത്രിഗുണങ്ങൾ ഉൾക്കൊള്ളുള്ളവർക്കാണ് ഈ വേദങ്ങള്. സത്വഗുണത്തിലുള്ളവർക്ക്, രജോ ഗുണത്തിലുള്ളവർക്ക്, തമോ ഗുണത്തിലുള്ളവർക്ക് ജീവിക്കാനാണ് ഈ വേദങ്ങൾ. ത്രൈഗുണ്യ വിഷയ വേദാൻ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. അർജുന, നീ ഈ ത്രിഗുണങ്ങളെ ഭേദിച്ച് മുകളിലേക്ക് വരൂ. നീ ത്രിഗുണങ്ങൾ ഉള്ളിടത്തോളം കാലം നിനക്ക് വേദങ്ങളെ അനുസരിച്ച് ജീവിക്കേണ്ടി വരും. ഹരേ കൃഷ്ണ. പക്ഷെ നിസ്ത്രൈഗുണ്യോ ഭവാർജുന, നീ ത്രിഗുണങ്ങളെ ഭേദിക്കൂ. പിന്നെയോ നിർദ്വന്ദ്വസ്ഥോ, ഈ ദ്വന്ദ്വങ്ങളെ നീ ഭേദിക്കൂ. എന്താ ദ്വന്ദ്വങ്ങള്? സുഖദുഃഖം, ജയം പരാജയം, ലാഭം നഷ്ടം, ശരി തെറ്റ്, നന്മ തിന്മ, ആണ് പെണ്ണ്, കറുപ്പ് വെളുപ്പ്, അല്ലേ? ഇതൊക്കെ എന്താണ് ദ്വന്ദ്വങ്ങൾ. ഈ നിർദ്വന്ദ്വസ്ഥോ, ഈ ദ്വന്ദ്വങ്ങളെ ഭേദിക്കൂ. നിർയോഗക്ഷേമ ആത്മാവ്, നിനക്ക് യോഗക്ഷേമത്തെ നീ കട്ട് ചെയ്യൂ. എന്താ യോഗക്ഷേമം? നമ്മള് LIC ചേർന്നു, അതൊക്കെ യോഗക്ഷേമമാണ്. അതായത് നമ്മൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജീവിക്കാനുള്ളതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. ഇതാണ് യോഗക്ഷേമം. ഈ യോഗക്ഷേമത്തെയും കട്ട് ചെയ്യൂ. പൂർണ്ണമായി എന്നെ ശരണം പ്രാപിക്കും. ആരത് ചെയ്യും പ്രഭു? ആ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഭഗവാൻ പറഞ്ഞ് ഉൾക്കൊള്ളാനോ അത് സറണ്ടർ ചെയ്യാനോ പറ്റുള്ളൂ. നമ്മൾ പോലും പലപ്പോഴും LIC ഉണ്ട് ഇപ്പോഴും. ഇസ്കോണിൽ വന്ന് കൃഷ്ണനാണ് സുപ്രീം എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നമ്മൾ കുറികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? നിർയോഗക്ഷേമത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മളിൽ പിടിച്ചു വെക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ, അല്ലേ? ഇത് പൂർണ്ണമായിട്ട് പോയിട്ട് കൃഷ്ണ, നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ഞാൻ ജീവിച്ചോളാം. എങ്ങനെയാണോ നീ എനിക്ക് ഓരോ ദിവസം എന്റെ മുന്നോട്ട് പോകണം അതുപോലെ ഞാൻ ജീവിച്ചോളാം. അതെ, അത് ശരിയാണ്. അവിടെ എവിടെയാണ് നിക്ഷേപം എന്ന് ആലോചിക്കുക. കൃഷ്ണനിലാണ് നിക്ഷേപമെങ്കിൽ ഹൃദയം അവിടെ ആയിരിക്കും. നിക്ഷേപം LICയിലും ബാങ്ക് ബാലൻസിലാണെങ്കിലും ഹൃദയം അവിടെ ആയിരിക്കും. വല്ല സുഹൃത്തുക്കളിലും അച്ഛനന്മാരിലൊക്കെ നിക്ഷേപം വരാം, അല്ലെ? പിടികിട്ടിയോ? നമ്മൾ പടിപടിയായിട്ട് നമുക്ക് ഉയരാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഓരോ വേദങ്ങളിലെ ഓരോ കാര്യം നമ്മൾ തെറ്റാന്ന് പറയാൻ പാടില്ല, അതിനെ വിമർശിക്കാനും പാടില്ല. ഒരു ദേവീദേവന്മാരെ വിമർശിക്കാൻ പാടില്ല. അവരൊക്കെ കൃഷ്ണന്റെ സെർവൻസ് ആണ്. അവര് കൃഷ്ണൻ നിയോഗിച്ചിട്ട് നിൽക്കണതാ. ഓരോ പല പല ജീവാത്മാക്കളെ അവർക്ക് കൊണ്ടുപോകണം, അവർക്ക് ഡയറക്റ്റ് ചെയ്യണം. ഓരോ ടീച്ചറുടെ അടുത്ത് ഓരോ കുട്ടികളെത്തുക. നമ്മുടെ സത്സംഗത്തിൽ കുറച്ച് കുട്ടികളെത്തി. എന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കാര്യങ്ങൾ, എന്റെ അരവിന്ദ് പ്രഭുതി. വേറൊരു സംഘത്തിൽ വേറെ കുറെ ആൾക്കാരെ ഭഗവാൻ കൊണ്ട് അവിടെ എത്തിക്കും. അവരുടെ ഉത്തരവാദിത്തമാണ് അത്. അതുപോലെ ഓരോ ദേവീദേവന്മാരുടെ അടുത്ത് ഓരോ ജീവാത്മാക്കളെ ഭഗവാൻ എത്തിക്കും അവരുടെ ഗുണം അനുസരിച്ച്. അപ്പൊ ആ ദേവന്റെ ഡ്യൂട്ടിയാണ് അവരെ ക്രമേണ ഉയർത്തുക. ക്രമേണേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഇപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയും നാളെ തന്നെ എല്ലാവരും രാമണദീക്ഷ എടുത്തേ പറ്റൂ. ഒറ്റാള് വരിക ശരി ഇട്ടമാതി ഞങ്ങൾ സത്സംഗത്തിലില്ല പറയും, അല്ലെ? എന്താ വെച്ചാൽ പറ്റില്ല. നമ്മുടെ സാഹചര്യം പലതാണ്, അല്ലെ? ഓരോ പടിപടിയായിട്ട് നമുക്ക് പറ്റുള്ളൂ. ആ പടിപടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് നമ്മളെ സഹായിച്ചത് ആരാണ്? ഈ 33 കോടി ദേവീദേവന്മാരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അവരെ നമ്മൾ നിന്ദിക്കാൻ പാടോ? അവര് നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ? പല പല ടീച്ചേഴ്സിലൂടെ അല്ലേ നമ്മൾ വന്ന്. നമ്മൾ ഡിഗ്രി എത്തി പണ്ട് 1ാം ക്ലാസ്സിലെ ടീച്ചറെ മറക്കാൻ പാടോ? LKG പഠിപ്പിച്ചാലേ ഒന്നിലെത്തുള്ളൂ. അംഗൻവാടിയുടെ ടീച്ചർ ആ കവിളുള്ള പപ്പടമൊക്കെ പഠിപ്പിച്ചിട്ടാണ് 1ലെത്തിയത് നമ്മള്, അല്ലെ? ഓരോ പാട്ടുകളൊക്കെ പഠിപ്പിച്ച് നമ്മൾ എത്ര അവര് പഠിപ്പിച്ചു. പാവം അംഗൻവാടി ടീച്ചർ, അല്ലെ? അക്ഷരമൊന്നും അറിയാത്തപ്പോ അവര് കാരണല്ലേ നമ്മൾ അടുത്തെത്തിയത്. പക്ഷെ നമ്മൾ ഡിഗ്രി എത്തിയപ്പോ വലിയ കാര്യങ്ങളെല്ലാം പഠിച്ചു. പിന്നെ അംഗൻവാടി ഒന്നും കാര്യമില്ല നമ്മുടെ മനസ്സിൽ. കാരണം എത്ര എത്തി. അപ്പൊ നമ്മൾ ആ ടീച്ചറെ നിന്ദിക്കാൻ പാടുമോ? അംഗൻവാടി ടീച്ചറെ കണ്ടാൽ നമ്മൾ റെസ്പെക്റ്റാ. പക്ഷെ നമുക്ക് ഇപ്പൊ അംഗൻവാടി ടീച്ചറെ സറണ്ടർ ചെയ്യാൻ പറ്റുമോ?
റെസ്പെക്ട് ചെയ്യണം. പക്ഷെ സറണ്ടർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഡിഗ്രി PG ആണ്. PGയിലെ ടീച്ചർ തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സറണ്ടർ ചെയ്തത് PGയിലെ ടീച്ചർക്കാണ്. പക്ഷെ അംഗൻവാടി ടീച്ചറെ കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ബഹുമാനിക്കും. എന്നെ ആ PGയിലേക്ക് എത്തിച്ചത് ആ ടീച്ചറാണ്. ഇതാണ് ദേവീദേവന്മാരും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം. പടിപടിയായിട്ടാണ് നമ്മൾ പല ജന്മങ്ങളിലൂടെ പല ആളുകളിലൂടെ നമ്മൾ ഉയർന്നു വന്ന് ആ നന്ദിയാണ്. പക്ഷെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സറണ്ടർ ചെയ്യേണ്ട അവിടെ ഇരിക്കണം. നമ്മൾ പലതിലൂടെ നമ്മൾ വന്ന് കൃഷ്ണനാണ് സുപ്രീം ഈ ദേവീദേവന്മാർ വഴി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണ ശരണാഗതി കൃഷ്ണന് വേണ്ടി മാത്രമേ പാടുള്ളൂ. കൃഷ്ണന് മാത്രമേ സേവ ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരെ എന്ത് ചെയ്യണം? അവർ കൃഷ്ണ ഭക്തരാണ്. ആ ഭക്തരോട് എങ്ങനെ നമ്മൾ പെരുമാറും? അതുപോലെ പെരുമാറും. നിങ്ങൾ കൃഷ്ണ ഭക്തരായിട്ടുള്ള ജയസാക്ഷി പ്രഭുവിനെ കണ്ട എങ്ങനെ പെരുമാറുക? ഗുരുമാരാനെ കണ്ട, ഭക്തി വിനോദ് കണ്ട, അല്ലേ? ഓരോ ഭക്തരെയും കണ്ട എങ്ങനെ പെരുമാറും? അളവനുസരിച്ച് നിലവാരം അനുസരിച്ച് നമ്മളെടുത്തെ മഹാരാജന്മാരെ കാണുമ്പോൾ നമ്മൾ വീണ്ടും നമസ്കരിക്കും, അല്ലേ? എന്നെയൊക്കെ കാണുമ്പോൾ എങ്ങനെ നമസ്കരിക്കും? ഓരോ ലെവൽ അനുസരിച്ച് നമ്മൾ നമസ്കരിക്കും. അതേപോലെ ഈ ദേവീദേവന്മാരെ കാണുമ്പോൾ എന്താണ്? അവർ കൃഷ്ണഭക്തരാണ്, കൃഷ്ണന്റെ ഉയർന്ന ഡിവോട്ടീസ് ആണ്. അവരെ അതേപോലെ വേണ്ട രീതിയിൽ ബഹുമാനിക്കും. സറണ്ടർ ചെയ്യോ? ബഹുമാനിക്കും. വേണ്ട രീതിയിൽ ബഹുമാനിക്കും. സറണ്ടർ ചെയ്യണം എവിടെയാ? കൃഷ്ണനിൽ, അല്ലേ? അതാണ് ഈ വ്യത്യാസം. ഇത് തന്നെയാണ് നമ്മൾ പ്രഭു പറഞ്ഞ. പ്രഭുവിന് ക്ലിയർ ആയില്ലേ? അല്ലേ? പല ദേവീദേവന്മാർ എന്തിനാ പൂജിക്കണം അവരെ എന്നുള്ളതിന് ക്ലിയർ ആയി. അതിന് പൂജിക്കുന്ന ഇതിനാണ് കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവർക്കും അത് എത്ര വേണേൽ ജപിക്കാം. മിനിമം 1 സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കൂട്ടി വരും. 2, 3, 4. ഞങ്ങളൊക്കെ 16 ജപിക്കുന്നത്. 32 ജപിക്കണവരുണ്ട്, 64 മാല ജപിക്കണവരുണ്ട്. അതൊക്കെ നമ്മുടെ ആഗ്രഹവും സമയവും അനുസരിച്ച് ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യാം. കട്ട് ചെയ്യണ്ട, പറ്റുന്ന പോലെ ജപിക്കാം. നമുക്ക് നമ്മുടെ സാഹചര്യം അനുവദിക്കുന്ന പോലെ ചെയ്യാം. പിന്നെ ഇതിലൊരു പ്രേമം വരുമല്ലോ ജപത്തില്. അപ്പം നമ്മുടെ സാഹചര്യം തന്നെ ഉണ്ടാക്കും. അതെ, അത് കുഴപ്പമില്ല. അതന്നെ, എത്ര നാമം ജപിക്കണോ അതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ അല്ലേ, ഒരു വ്യക്തി അല്ല, നമുക്ക് ഒരാളോട് പ്രേമം ഉണ്ടെങ്കിൽ സദാസമയം ആളുടെ ചിന്തയായിരിക്കും, ആളുടെ നാമമായിരിക്കും നമ്മുടെ മനസ്സിൽ, അല്ലേ? ആണല്ലോ. അപ്പൊ പിന്നെ ശരിക്കും വാട്സപ്പ് ഇപ്പൊ 1000 കോണ്ടാക്ട്സ് ഉണ്ടാവും, നമുക്ക് 2000 കോണ്ടാക്ട് ഉണ്ടാവും. പക്ഷെ ആ പ്രേമുള്ളവരുടെ മാത്രമേ മെസ്സേജ് വരുള്ളൂ. അവർക്ക് മാത്രം മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കും. ഇതന്നെ കൃഷ്ണനോട് പ്രേമുണ്ടെങ്കിൽ കൃഷ്ണനെ മാത്രം കൃഷ്ണന്റെ നാമം മാത്രം വിളിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണനെ മാത്രം കാര്യങ്ങൾ നോക്കും. കൃഷ്ണന്റെ സത്സംഗം, അല്ലേ? കൃഷ്ണന്റെ കൂട്ടുകാര്, കൃഷ്ണന്റെ സത്സംഗം എവിടെ നടക്കും? ഇതിലേക്ക് അന്വേഷിച്ച് നടക്കും. പ്രേമമുള്ള ഭക്തരുടെ ലക്ഷണമാണത്. കൃഷ്ണനോട് പ്രേമം ഏറ്റവും പ്രധാനം പ്രേമമാണ്. കൃഷ്ണനോട് പ്രേമം വന്ന ആ സ്വീറ്റ്നെസ് നമുക്ക് തനിയെ വരും. സദാ ജപിച്ചുകൊണ്ടിരിക്കും, അല്ലേ? നമുക്ക് ജപിക്കില്ലെങ്കിൽ നമുക്ക് പ്രേമമില്ല, അതുകൊണ്ട് തന്നെ. പക്ഷെ പ്രേമത്തിന്റെ നിലവാരം കുറച്ചുണ്ട്, തീരില്ലാതെ നമ്മളിങ്ങോട്ട് വരില്ല. പക്ഷെ ടോപ്പിലെത്തിയില്ല. ടോപ്പിലെത്തനോടുകൂടി സദാ ജപമാല താഴെ തോന്നില്ല. ഇത്തിരി സമയം കിട്ടിയ ജപമാല എടുക്കാൻ തോന്നും. ഇത്തിരി ഒഴിവുണ്ടാവുമോ, വേഗം ജപമാല എടുത്ത് ജപിക്കട്ടെ തോന്നും, അല്ലെ? ഒരു ക്യൂ നിൽക്കുമ്പോൾ അപ്പം ജപമാല എടുക്കും. റേഷൻ കടയിൽ ഗുരുവായൂർ ക്യൂ നിൽക്കുമ്പോൾ, അല്ലെ? ബസ്സിൽ പോകുമ്പോൾ, ബസ് യാത്ര ചെയ്യുമ്പോൾ 1.5 മണിക്കൂർ യാത്ര അതിൽ ജപിക്കും. എപ്പോൾ വേണമെങ്കിലും ആ ജപമാല നമ്മുടെ കയ്യിലുണ്ടാവും. അത് പ്രേമം വരുമ്പോൾ തന്നെ വരും. നമുക്കത് ഒഴിച്ചുവിടാൻ പറ്റില്ല, അല്ലേ? ഒഴിച്ചുവിടാൻ പറ്റില്ല പ്രേമം വരുമ്പോ. അത് ആത്മാവിന്റെ സ്വഭാവമാണ്. അത് കമ്പൽ ചെയ്തിട്ട് ഉണ്ടാവുന്ന കാര്യമില്ല. അതെ, ഒറിജിനൽ ഭൗതിക പ്രേമത്തിൽ അങ്ങനെ തന്നെയാണ്. അത് ആത്മീയമായിട്ട് മാറ്റലാണ് നമ്മുടെ ജോലി. ഭൗതികമായിട്ടുള്ള പ്രേമത്തിലാണെങ്കിൽ എന്താണ്? നമ്മൾ ആ നിരന്തര സ്മരണയാണ് ആ വ്യക്തിയായിട്ട്. ആ വ്യക്തിയുടെ കുറ്റേ കണ്ടെത്തില്ല. പ്രേമുള്ളവർ എന്തിട്ടാലും കുറ്റം കണ്ടെത്തില്ല, അല്ലേ? അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ടി തന്നെ ജീവിക്കും. അതേപോലെ കൃഷ്ണ ഭഗവാനോട് ആ പ്രേമം നമുക്ക്, അത് ഭൗതികമായിട്ടുള്ളത് കാമാണ്. നമ്മൾ കൃഷ്ണ ഭഗവാന്റെ അടുത്ത് വരുന്നത് പ്രേമാണ്. ആ പ്രേമത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ സദാ ജപിച്ചുകൊണ്ടിരിക്കും. അതിലൊരു കണ്ടീഷനും ഉണ്ടാവില്ല, അല്ലേ? നമുക്ക് തനിയെ ഓരോ വർഷം കഴിഞ്ഞോറും കൃഷ്ണന്റെ ഗുണങ്ങൾ വളർന്നു വരും, അല്ലേ? ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് അവരുടെ ഗുണം നമുക്ക് വരില്ലേ? കൃഷ്ണന്റെ കൂടെ ഇരുന്നിട്ട് ചെകുത്താന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണന്റെ കൂടെ അല്ലാതെ അർത്ഥം. നമ്മളെ കൃഷ്ണന്റെ സംഘത്തിലല്ലാതെ അർത്ഥം ചെകുത്താന്റെ സംഘത്തിലാണ്, അല്ലേ? കൃഷ്ണന്റെ കൂടെയാണെന്ന് വെറുതെ പറഞ്ഞോണ്ട് കാര്യമില്ല. സ്വഭാവത്തിൽ ആ മാറ്റം നമുക്ക് കാണണം. കൃഷ്ണന്റെ ഭക്തരാണ്, പക്ഷെ മിണ്ടിയ ദേഷ്യം ഉണ്ടാവും, അടി ഉണ്ടാവും, എല്ലാം വേണ്ടാത്തവരും ചെയ്യും, അല്ലേ? കൃഷ്ണന്റെ കൂടെയാണെങ്കിൽ അതൊന്നും ചെയ്യില്ല, അല്ലേ? വളരെ സ്നേഹത്തോടെ പെരുമാറും, എപ്പോഴും സ്വീറ്റായി നടക്കും, എല്ലാത്തിനും ചിരിച്ചുകൊണ്ട് നേരിടും. ഇതൊക്കെ കൃഷ്ണന്റെ സ്വഭാവമാണ്. അതിന് സർവ്വതം മധുരായിരിക്കും. ക്രമേണ വരില്ലോട്ടോ. അത് എല്ലാവർക്കും എളുപ്പം. നമുക്ക് എല്ലാവർക്കും എളുപ്പമല്ല. അത് ഈ സ്റ്റേജ് പതുക്കെ വരുള്ളൂ. പക്ഷെ നമുക്ക് ഉറപ്പുണ്ട്. നമുക്ക് ലക്ഷ്യം ഉറപ്പിച്ചല്ലോ. ലക്ഷ്യം എന്താണ്? കൃഷ്ണപ്രേമം. സ്വീറ്റ് ആവുക, പരമാവധി സ്വീറ്റ് ആവുക. രാധാകൃഷ്ണ പ്രേമം, അതാണ് ലക്ഷ്യം. ഹരേ കൃഷ്ണ. ബോറടിക്കണ്ട. ഹരേ കൃഷ്ണ. അപ്പൊ നിർത്തുകയാണ് കേട്ടോ. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.